العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين فالتوب مفتاح لكل طاعة وأساس كل الخير أجمع أشملا فإن ابتليت بغفلة أو صحبة في مجلس فتداركن مهرولا يا رب صل على النبي محمد منجي الخلائق من جهنم في غدي സമാദരണീയരായ ഉസ്താദുമാരെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാനിലെ 23-ാം രാവ് അവസാനത്തെ 10-ൽ വളരെ പ്രതീക്ഷയോടുകൂടെ അല്ലാഹുവിലേക്ക് പറയാനും ചോദിക്കാനും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിൽ സാധ്യതയുള്ള രാവായി എണ്ണപ്പെടുന്ന ഒരു രാത്രി എന്ന നിലക്കും വലിയ ബഹുമാനമുള്ള രാത്രിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശുദ്ധ റമളാനിലെ രാത്രിയിലാണ്, എല്ലാ രാത്രിയിലുമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി അമൽ ചെയ്തിരുന്നത്. എല്ലാ രാത്രിയിലും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദർശിക്കുകയും പരിശുദ്ധ ഖുർആനിൻ്റെ മുദാറസ, ഖുർആനിൻ്റെ വലിയ അറിവ് സ്വായത്തമാക്കിയിരുന്നത് വിശുദ്ധ റമളാനിൻ്റെ രാത്രികളിലാണ്.
നമ്മൾ ഒരു രാത്രി മാത്രം പ്രതീക്ഷിച്ച് മതിയാക്കേണ്ട ആളുകളല്ല. എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് അടുക്കുകയും ചെയ്യേണ്ട ആളുകളാണ്. നമ്മുടെ അലസത അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭാഗ്യദോഷമുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കണം. മടിയന്മാരായി മാറരുത് മുസ്ലിംകൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിച്ച് കൂടുതൽ ഇബാദത്ത് കൊണ്ട് അടുക്കുന്നവരാകണം. നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളാണ് വലിയ നിസ്കാരം എന്ന് കരുതരുത്. ചെറിയ നിസ്കാരമാണ്. നാം അനുഷ്ഠിച്ച നോമ്പാണ് വലിയ നോമ്പ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ചെറിയ നോമ്പാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് വളരെ ചെറിയ നോമ്പാണ്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ദിനേന സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളെ പറ്റി ഒന്ന് കൂട്ടി നോക്കൂ. എത്ര നോമ്പുണ്ട്? എല്ലാ മാസവും 3 ദിവസം നോമ്പെടുത്ത് ശീലിച്ചിരുന്ന മഹാനാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമുക്കുണ്ടോ ആ പാരമ്പര്യം? ഒരു റമദാൻ നോമ്പ് നോൽക്കുമ്പോഴേക്ക് നമുക്ക് തോന്നും നമ്മളെവിടെ എത്തിയില്ല. അങ്ങനെ തോന്നിയിട്ട് ആരും ഇരിക്കണ്ട. ഒന്നും ആയില്ല. എന്തായത്? ഒന്നും ആയിട്ടില്ല. തോന്നുകയാണ് അങ്ങനെ, ഞാൻ എവിടെ എത്തിയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. ആയും തോന്നുന്നത് വെറുതെയാണ്. വിശുദ്ധ റമദാന്റെ എല്ലാ രാത്രിയിലും കൂടുതൽ ഇബാദത്തിന് തൗഫീഖ് ലഭിച്ച ആളുകളുണ്ട്. അവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നമ്മൾ എത്ര കുറഞ്ഞ അമലുള്ളവരാണ്. എല്ലാ രാത്രിയിലും ഇബാദത്തിൽ മുഴുകിയിരുന്ന ആളുകളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു തുടങ്ങി. പക്ഷേ നമ്മളിപ്പോഴും സജീവമായിട്ടില്ല. 40 വർഷം നീണ്ട ഇബാദത്ത് രാത്രികാലത്ത് നിർവഹിച്ച് ഉറക്കം ഒഴിവാക്കിയിരുന്ന മഹാന്മാർ എത്രയുണ്ട്? സ്വഹാബിമാരിലുണ്ട്, താബിയുകളിലുണ്ട്, തബഉ താബിയുകളിലുണ്ട്, അവർക്ക് ശേഷമുള്ളവരിലുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. പോകട്ടെ, എല്ലാ വെള്ളിയാഴ്ച രാവും കൃത്യമായി ഉറക്കൊടിവാക്കി രാത്രി ഹയാത്താക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ആ ലിസ്റ്റിലുണ്ടോ? ഇല്ല. റമളാനു ഷരീഫിലെ അവസാനത്തെ 10 രാത്രി മുഴുവനും ഹയാത്താക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആ ലിസ്റ്റിലുണ്ടോ? ഇല്ല. ഒരു രാത്രി പ്രതീക്ഷിക്കുമ്പോഴേക്ക് എല്ലാം ആയി എന്ന് തോന്നരുത്. ആയിട്ടില്ല. ഈ രാത്രിയാണ് ഭാഗ്യം എങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരായി എന്നേ ഉള്ളൂ. അടുത്ത രാത്രിയിലും പ്രതീക്ഷിക്കണം. ഒറ്റയിട്ട രാവ് വരുന്നു, 25-ാം രാവ്. പിന്നെയും വരുന്നു 27-ാം രാവ്. പിന്നെയും വരുന്നു 29-ാം രാവ്. ഏതെങ്കിലും ഒന്നിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അർഹരായി തീർന്നാൽ, മലക്കുകൾ വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് നല്ല പ്രതീക്ഷയോടുകൂടെ, നല്ല റാഹത്തോടുകൂടെ അമലുകളുമായി കർമ്മനിരതരായി ഒറ്റയിട്ട രാവുകളിലൊക്കെ നമ്മൾ സജീവമാക്കണം. അവസാന 10-ലെ ഒറ്റയിട്ട രാവ് 21-ാം രാവ് കഴിഞ്ഞു. ഇത് 23-ാം രാവാണ്. ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹീതരാകുന്ന ആള്, ആണ് പെണ്ണ്, വലിയ അനുഗ്രഹമുള്ള ആളാണ്. ലൈലത്തുൽ ഖദറിലെ അമല് മാത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ അമലുകളായി രേഖപ്പെടുത്താൻ. ഒരൊറ്റ രാത്രി ചെയ്യുന്ന അമലുകൾക്ക് മൂല്യം കണക്കാക്കപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് 84 വർഷത്തെ അമലാണ്. പക്ഷേ അത് ലഭിക്കാൻ അർഹതയുള്ള ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിന് പറ്റുന്ന ആളുകളായിട്ട് അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുക്കുന്ന ആളുകളാകണം. പ്രധാനമായും പറഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദിബോധമുള്ള ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം.
നന്ദിബോധം ആളുകൾക്ക് കുറഞ്ഞു വരികയാണ്. സൗകര്യം കൂടുന്തോറും ആളുകൾക്ക് നന്ദി കുറയാണ് അല്ലേ? ആണ്. എല്ലാ വീടുകളിലും വൈദ്യുതിയുടെ സൗകര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. കരണ്ടില്ലാത്ത വീട് കുറവല്ലേ? കുറവാണ്. പക്ഷേ പഴയ കാലത്ത് വിളക്ക് കത്തിച്ച് വെച്ച് ഖുർആൻ ഖത്മ് തീർത്തിരുന്ന എണ്ണം ഇപ്പോൾ ആ വീടുകളിലില്ല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നമ്മൾ മെഷീനുകൾക്ക് നടുവിലാണ്. വെള്ളം മുകളിലേക്കെത്താൻ ഒരു മെഷീൻ, ആ വെള്ളത്തിൽ തന്നെ തുണിയെല്ലാം കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലീനാക്കാൻ വേറൊരു മെഷീൻ. പഴയ കാലത്ത് ഇരുന്ന് തേങ്ങ എടുത്ത് ചുരണ്ടി റെഡിയാക്കി അത് പിന്നെ വേറെ ഒരു കല്ലിലേക്ക് വെച്ച് ഒരു കല്ല് അതിൻ്റെ മുകളിലെടുത്ത് വെച്ച് ഉരുട്ടി റെഡിയാക്കി ഒന്ന് ചതച്ചരക്കാൻ എന്തൊരു പണിയാണ്. ഊരയും ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ നല്ലൊരു എക്സസൈസ് ഉണ്ടായിരുന്നു. അതൊരു ഭാഗത്ത് നിർത്തിയിട്ട് പിന്നെയും ഒരു സ്വിച്ച് ഓൺ ചെയ്യാണ്. ഒന്ന് കറങ്ങി വരുന്ന ഒരു മിനിറ്റ് കൊണ്ട് ആ തേങ്ങയൊക്കെ ആകെ പൊടിയായി. ഇനി അത് ബാക്കിയുള്ളതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിൽ ചതഞ്ഞരഞ്ഞു. എല്ലാം മെഷീനുകളുടെ സൗകര്യമാണ്. എത്ര സൗകര്യം അല്ലാഹു തന്നു, സമയങ്ങൾക്ക് എത്ര ലാഭം തന്നു. പക്ഷേ പഴമക്കാർ ഉപയോഗിക്കുന്ന അമലുകളുടെ കാൽഭാഗത്തിലൊന്നുണ്ടോ? ഇല്ല, കുറവാണ്. ഇനിയും സൗകര്യങ്ങൾ പറയാം. നമ്മുടെ നാടുകളിലൊക്കെ എത്തി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ നാടുകളിലൊക്കെ മുഴുവനും വരും. ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ചില ഭാഗങ്ങളിലൊക്കെ AC വന്നില്ലേ? വീടുകളിൽ വന്നില്ലേ? കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫുള്ള് വരും. AC-കരിക്കും എല്ലാ ഭാഗങ്ങളും, ശീതീകരിക്കും. വീടുകളൊക്കെ ശീതീകരിക്കും. പക്ഷേ അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ, ഫാന് പോലും ഇല്ലാതെ കിടന്നുറങ്ങിയിരുന്ന, വിശ്രമിച്ചിരുന്ന, വിയർത്തു കുളിച്ചിരുന്ന നമ്മുടെ ഉപ്പാപ്പമാർ നിർവഹിച്ചിരുന്ന അമലുകളുടെ സൗന്ദര്യം ആ വീടുകളിലൊന്നുമില്ല. വിളക്ക് കത്തിച്ച് വെച്ച് വിശുദ്ധ റമദാനിൽ രാത്രിയിലും സുബഹിക്കുമൊക്കെയായി ഓതി ഖത്മ് തീർത്തിരുന്നവർ 2, 3, 4 ഖത്മ് റമദാനിൽ തീർത്തിരുന്നു. ഈ സൗകര്യങ്ങളൊക്കെ വന്നിട്ടിപ്പോൾ ഒരു ഖത്മ് തന്നെ ആയിട്ടില്ല. നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ ഓതാം. കയ്യിലുള്ള ഉപകരണങ്ങൾ ഒന്ന് നെക്കിയാൽ മതി, അതിലും ഉണ്ട് മുസാഫ്. എവിടെയാണ് നീ ജോലി ചെയ്ത് വിശ്രമിക്കുന്ന സ്ഥലം? ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിന്റെ മുന്നിൽ മുസാഫ് വന്നു. വളരെ വൃത്തിയോടെ എത്ര വലുപ്പത്തിലും വികസിപ്പിച്ചുകൊണ്ട് നിനക്ക് ഓതാൻ പറ്റും. കാഴ്ചക്കുറവുള്ള ആളാണെങ്കിൽ ഒന്ന് വലുതാക്കിയാൽ മതി, ഒരു സ്വിച്ച് അമർത്തിയിട്ട് ഹർഫൊക്കെ വലുതായി വെണ്ടക്കക്ഷരം പോലെ നിനക്ക് ഓതാൻ പറ്റുന്ന വലുപ്പത്തിൽ വന്നു. പക്ഷേ ഓതുന്നത് കുറവാണ്. അള്ളാഹു പറഞ്ഞത് എത്ര യാഥാർത്ഥ്യം. വലഖദ് മക്കന്നാകും ഫിൽ അർദ് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് ഖലീലം മാ തഷ്കുറൂൻ. ഭൂമിയിൽ നിങ്ങൾക്ക് ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ തന്നു. വലഖദ് മക്കന്നാകും ഫിൽ അർളി, എത്ര സംവിധാനങ്ങളാണ് ഭൂമിയിൽ നിങ്ങൾക്ക് നാം ഒരുക്കി തന്നത്. യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു, കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വർദ്ധിച്ചു, പരസ്പരം കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങൾ വർദ്ധിച്ചു, ഓരോരുത്തരുടെയും ഇടപാടുകളും ഇടപഴകലുകളും വർദ്ധിച്ചു. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിതമാർഗങ്ങൾ ധാരാളം നമ്മൾ നൽകി. കഴിഞ്ഞ വർഷത്തിൽ ഉള്ളതിനേക്കാളും തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. അടുത്ത വർഷം ഇനിയും വരും, പിറ്റത്തെ വർഷം ഇനിയും വരും. തൊഴിലവസരങ്ങൾ എത്രയാണ് വർദ്ധിക്കുന്നത്. മുമ്പ് കാലത്തൊന്നും ഇരിക്കുന്നിടത്ത് വെച്ച് തൊഴിൽ ചെയ്യാനുള്ള മാർഗങ്ങളില്ല. ഒരു 15 വർഷം മുമ്പ് ഒരാൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നത് അപൂർവമാണ്. ഇന്ന് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നൊരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്ര ബിസിനസ്സാണ് നടത്തുന്നത്. ബട്ടൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ബിസിനസ്. എന്തെല്ലാം ബിസിനസ്സാണ് ആർജിച്ചു വന്നത്.
ജീവിതോപാധികൾ ധാരാളം നൽകി, സൗകര്യങ്ങളും സുഖങ്ങളും വർദ്ധിപ്പിച്ചു തന്നു. പക്ഷേ ഖലീലം മാ തഷ്കുറൂൻ, അല്ലാഹു പറയുന്നു ഒക്കെ തന്നു, ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങളിൽ നിന്ന് നന്ദി ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്, നന്ദിബോധം കുറവാണ്. മറച്ചു കെട്ടിയിരുന്ന വീട്ടിൽ താമസിച്ചിരുന്ന ഉപ്പാപ്പയും ഉമ്മാമയും നിസ്കാരം ഖളാ ആക്കിയിരുന്നില്ല. ടെറസിൽ താമസിക്കുന്ന നമുക്ക് എത്ര എണ്ണം നഷ്ടപ്പെട്ടു. AC-യിൽ താമസിക്കുന്ന ആളുകൾക്ക് എത്ര സുബഹി പോയി. എത്ര സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ എത്ര നന്ദിബോധം ആളുകൾക്ക് കുറഞ്ഞു. മനസ്സിലുണ്ടായിരുന്നു ഒരു നല്ല വീടൊക്കെ വന്നിട്ട് സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചാൽ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു. തന്നു നോക്കുമ്പോഴല്ലേ അല്ലാഹുത്തആല അങ്ങോട്ട് തന്നു. നാ നോക്കട്ടെ നീ എന്താ ചെയ്യാൻ, ഞാനൊന്ന് കാണട്ടെ. അല്ലാഹുത്തആല അങ്ങ് തന്നു, നമ്മൾ ചോദിച്ചതുപോലെ തന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുമിച്ച് കൂട്ടി കുറച്ചൊക്കെ കടം വന്നു. 2-3 വർഷം കൊണ്ട് അതൊക്കെ ചില്ലറങ്ങനെ വീട്ടി സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ പടച്ചോനെ മറന്നു. സൗകര്യങ്ങളൊക്കെ കയ്യിലൊതുങ്ങിയപ്പോൾ പടച്ചോനെ മറന്നു, അള്ളാഹുവിനെ മറന്നു. എന്തായിരുന്നു നേരത്തെ മനസ്സിലുദിച്ചിരുന്നത്? സ്വന്തം ഒരു വീട്. ഇപ്പോൾ തറവാട് വീട്ടിലാണ്. സ്വന്തം ഒരു വീട് വന്നാൽ, ഒരു റൂമൊക്കെ സ്വന്തമായി കിട്ടിയാൽ തഹജ്ജുദ് വരെ നിസ്കരിക്കും. നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് വിത്തർ 3 11 നിസ്കരിക്കും. അവ്വാബി നിസ്കാരം 6 36 വരെ നിസ്കരിക്കും. എത്ര നിസ്കാരം നിസ്കരിക്കും ഒക്കെ മനസ്സിലിങ്ങനെ ഒരുമിച്ച് കൂട്ടിയിരുന്നല്ലേ. അങ്ങനെ നീ ചോദിച്ചു, അല്ലാഹുത്തആല ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ തന്നു. ഒരു തൊഴിൽ തന്നു, ആദ്യം 700 രൂപക്ക്, പിന്നെ പിറ്റത്തെ വർഷമാകുമ്പോഴേക്ക് 1100 രൂപയുടെ തന്നു. ചെറിയ തരത്തിൽ വീണ്ടും നിനക്കൊരു ഉയർച്ച കിട്ടി. ഒരു വർഷത്തിൻ്റെ ഇടക്ക് തന്നെ ഏകദേശം ഒരു 10-15 ലക്ഷം നിന്റെ കയ്യിൽ ഇങ്ങനെ പല രൂപത്തിൽ സ്വരൂപിച്ച് കിട്ടി. നീ ഒരു വീടങ്ങ് വെച്ചു. ചില്ലറ കടം വന്നു, 2 വർഷം കൊണ്ട് വീട്ടാൻ പറ്റുന്ന രൂപത്തിൽ റെഡിയായി. ആദ്യ ദിവസം ആ വീട്ടിൽ നീ കയറി താമസിച്ചു. അന്ന് എന്നെ നീ നന്ദി കേട് ചെയ്തു, സുബഹി ഒഴിവാക്കി, മറന്നു. അള്ളാഹുവിനെ മറന്നു. മറക്കരുത് സഹോദരങ്ങളെ. അള്ളാഹുവിന് എപ്പോഴും നന്ദിബോധം വേണം, നന്ദിബോധം വർദ്ധിക്കണം. ഏറ്റവും വലിയ നന്ദിയുള്ള അടിമ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നൊരു നബിയുണ്ട് ഖുർആനിൽ. ആരാണത്? 1275 വർഷം ജീവിച്ച നബിയാണ്. ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി അള്ളാഹു പറയുന്നത്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി ആരാ? നല്ല നന്ദിയുള്ള അടിമയാണ്. 1200-ലധികം വർഷം ജീവിച്ച മഹാനുഭാവൻ ഇത്രയും വലിയ നന്ദിബോധമുള്ള ആളാണെന്ന് അല്ലാഹു തആല സർട്ടിഫൈ ചെയ്യാനുള്ള കാരണം, എപ്പോൾ ഭക്ഷണം കഴിച്ചാലും, എപ്പോൾ വസ്ത്രം ധരിച്ചാലും, എപ്പോൾ വെള്ളം കുടിച്ചാലും അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഉസ്താദ് എത്തി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ ഈ വേദിയിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരുപാട് കാലം ദീനിൻ്റെ ഖിദ്മത്തിലായി അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നന്ദിബോധമുള്ള അടിമ എന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു തആലാന്റെ വർത്തമാനം. നമ്മളെപ്പറ്റി അങ്ങനെ പറയാൻ വലിയ പ്രയാസമാണ്. ഇന്ന് എത്ര തവണ മഗ്രിബിന് ശേഷം നമ്മൾ എത്ര തവണ വെള്ളം കുടിച്ചു? ഹംദ് പറയാൻ എത്ര തവണ ഓർമ്മ ഉണ്ടായി? നമ്മളൊന്ന് വിലയിരുത്തി നോക്കി. അൽഹംദുലില്ലാ എന്ന് പറയാൻ ഒരു മുറുക്ക് വെള്ളം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നില്ലെങ്കിൽ എത്ര വലിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യും? അപ്പോഴാണ് ആ ഹംദിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകുക. ഈ തൊണ്ടയിൽ ഭക്ഷണം കെട്ടിക്കിടക്കുകയാണ്, താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ചികിത്സയ്ക്ക് വേണ്ടി പോയപ്പോൾ ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരും, എന്നാലും ഫലം കിട്ടുമോയെന്ന് അറിയില്ല എന്നാണ്. ഒരു മുറുക്ക് വെള്ളം താഴോട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ ആ മനുഷ്യൻ്റെ നാവിലൂടെ കൂടുതലായി വരുന്ന വാക്ക് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വസ്ത്രം നമ്മൾ എത്ര തവണ ഇന്ന് ഉടുത്ത് അണിഞ്ഞു? നൂഹ് നബി അലൈഹിസ്സലാം വസ്ത്രം എപ്പോൾ ധരിച്ചാലും പറയും അൽഹംദുലില്ലാഹ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയും അൽഹംദുലില്ലാഹ്.
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയും അൽഹംദുലില്ലാഹ്, ഇത് നൽകിയത് അല്ലാഹുവാണ്, പടച്ച റബ്ബാണിത് ഭക്ഷിക്കാനും എനിക്ക് കഴിവ് തന്നത്. എൻ്റെ വയറ്റിൽ ഇതിനെ മെഷീൻ പ്രത്യേകം ഘടിപ്പിച്ചുകൊണ്ട് ദഹിപ്പിക്കുന്നതും അല്ലാഹുവാണ്. അടുത്ത ഒരു വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും എനിക്ക് പാകപ്പെടുത്തി തരുന്നതും അല്ലാഹുവാണ്. സഹോദരങ്ങളെ, ഉപകരണങ്ങൾ ഒരു നിമിത്തം മാത്രമാണ്, ചെറിയ ഒരു കാരണം മാത്രമാണ്. അതുകൊണ്ട് മാത്രം കഴിയുമോ? കഴിയില്ല. വെള്ളം കുടിക്കാൻ കഴിയാത്തവർ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ, അവർക്ക് നാവുണ്ട്, പല്ലുണ്ട്, അവരുടെ പല്ല് ഒറ്റൊന്നും കൊഴിഞ്ഞു പോയിട്ടില്ല. പക്ഷേ സാധാരണ റൂട്ടിലൂടെ ഭക്ഷണം ഇറങ്ങാതെ മൂക്കിലൂടെ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? തൊണ്ടക്കുടിയിൽ പ്രത്യേകം ഒരു തുള ഉണ്ടാക്കി അതിലൂടെ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോഴും കാണുന്ന മനുഷ്യൻ ചിന്തിക്കേണ്ടത്, റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. ആ അനുഗ്രഹത്തിന് ഞാൻ എന്താണ് അള്ളാഹുവിന് നൽകിയത്? നന്ദി ബോധമാണ് നമുക്ക് വേണ്ടത്. എത്ര സൗകര്യങ്ങൾ അല്ലാഹു തആല തന്നാലും പടച്ച റബ്ബിനെ മറക്കാത്തവനാകണം, അള്ളാഹുവിനെ ഓർമ്മയുള്ളവനാകണം. എത്ര വലിയ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളാണെങ്കിലും പടച്ച റബ്ബിനെ മറക്കാത്തവരാകണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആ സൗന്ദര്യത്തിന് വലിയ വിലയുണ്ടാകുന്നത്. വലിയ രാജഭരണം അല്ലാഹു നൽകിയ മഹാനല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അനുഗ്രഹങ്ങൾ ഏറിക്കിട്ടുമ്പോൾ മഹാനവർകൾ പറയുന്ന വാക്ക് ഹാദാ മിൻ ഫദ്ലി റബ്ബി, എൻ്റെ ഒരു കഴിവ് എന്ന ഒരു വർത്തമാനം സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നില്ല. എൻ്റെ ശിഷ്യൻ്റെ കഴിവാണ് എന്ന് പറയുന്നില്ല. എൻ്റെ ശിഷ്യനെ കൊണ്ട് കിട്ടിയ കാര്യമാണെന്ന് പറയുന്നില്ല. ഹാദാ മിൻ ഫദ്ലി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് തന്ന ഔദാര്യമാണ്. എത്ര വലുത് നൽകിയാലും അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത അങ്ങനെയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യങ്ങൾ ഇനിയും തരും. നന്ദി ബോധം നമുക്ക് കുറയരുത്, നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ റമദാനിൽ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഖേദത്തോടുകൂടെ നമ്മുടെ പാപക്കറകളൊക്കെ കഴുകിക്കളയാൻ വേണ്ടി ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആളുകളല്ലേ നമ്മൾ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത. ഒരു ചെറിയ തെറ്റിന് ശിക്ഷിക്കാൻ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും റബ്ബിൻ്റെ അടുക്കലുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, പാപങ്ങൾ കൂടുതൽ പൊറുക്കുന്നവനും വിശാലമായി കരുണ ചെയ്യുന്നവനുമാണ് അല്ലാഹു തആല. ശിക്ഷിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, ശിക്ഷിക്കാൻ അർഹതയുള്ള ആളുകളെ ശിക്ഷ കൊടുക്കാതെ അല്ലാഹു നീക്കി കൊണ്ടുപോകുന്നത് അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഏത് പരാക്രമിയെയും നോക്ക് നിങ്ങൾ, പെട്ടെന്ന് അല്ലാഹു തആല ശിക്ഷിച്ചിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല. ലോകത്ത് കൂടുതലായി അക്രമം ചെയ്ത് ഭരണം നടത്തിയ, പ്രതിപക്ഷമില്ലാതെ ഭരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. അവന് പ്രതിപക്ഷമല്ല, ഏകപക്ഷ ഭരണമാണ്. ആ ഭരണത്തിൽ ഒരൊറ്റ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവർ ജനിക്കുന്നു എന്ന വിവരം കിട്ടിയിട്ട് വകവരുത്തിയ കുഞ്ഞുങ്ങളുടെ എണ്ണം 10,000 ഒരു ദിവസം. ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഭരണാധികാരം പോകുന്ന, നീക്കിക്കളയുന്ന ഒരാൾ ജനിക്കാൻ പോകുന്നു എന്ന് വിവരം കിട്ടിയപ്പോഴേക്ക് ജനിച്ച ആൺകുട്ടികളെ മുഴുവനും കൊല്ലാൻ ഉത്തരവിട്ടു. ആ കൊല്ലാൻ ഉത്തരവിട്ട ആ ക്രൂരത കൊണ്ട് അക്കൊല്ലം തന്നെ ഫിർഔനെ അള്ളാഹു വകവരുത്തിയോ? ഇല്ല. പിറ്റത്തെ കൊല്ലം അല്ലാഹു തആല അവനെ കൊന്നുകളഞ്ഞോ? ഇല്ല. പിന്നെയും എത്ര കൊല്ലം അവൻ ജീവിച്ചു? അല്ലാഹു തആലാന്റെ തീരുമാനം എങ്ങനെയായിരുന്നു? അവൻ്റെ അധികാരം നീക്കാനുള്ള മൂസാ നബി അലൈഹിസ്സലാമിനെ
അവൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തണം. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പാൽ കുടിച്ച് വളർന്നത് ഫിർഔന്റെ കൊട്ടാരത്തിലാണ്. 30 വർഷം 30 വർഷം ആ കൊട്ടാരത്തിലാണ് വളർന്നത്. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈകടത്താൻ ആർക്കും അധികാരമില്ല. ഫിർഔൻ എത്രമാത്രം വലിയ അധികാരം പറഞ്ഞിരുന്നു. ഫിർഔന്റെ കൊട്ടാരത്തിൽ തന്നെയല്ലേ വളർത്തിയത്. അതും സാധാരണ നാട്ടിലുള്ള സ്ത്രീകൾക്കൊന്നും കിട്ടാത്ത വലിയ ബഹുമാനത്തിലാണ് വളർത്തിയത്. ഫിർഔന്റെ കൊട്ടാരത്തിൽ മുലയൂട്ടുന്ന മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവിന് ഓരോ ദിവസവും കൂലിയുണ്ട്. നമ്മളെ നാട്ടിൽ ആർക്കെങ്കിലും കൂലി കൊടുക്കലുണ്ടോ? സ്വന്തം കുഞ്ഞിന് മുലയൂട്ടുന്നതിന് ഉപ്പമാര് ഭാര്യമാർക്ക് കൂലി കൊടുക്കലുണ്ട്. ഓരോ ദിവസവും 100 രൂപ ഓരോ ദിവസവും കൂലി വാങ്ങുന്നു മുലയൂട്ടുന്നതിന്. ഫിർഔൻ പറയാണ് നല്ല പെണ്ണാണ്, കുട്ടികളെ നോക്കാൻ പറ്റിയ പെണ്ണാണ് ഈ പെണ്ണിന് എല്ലാ ദിവസവും കൂലി കൊടുക്കണം. അങ്ങനെ കൂലി കിട്ടുക. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയിലേക്ക് ആ കുട്ടിയെ മൂസാ നബി അലൈഹിസ്സലാമിനെ മടക്കിക്കൊടുത്ത് സന്തോഷപൂർവ്വം കൊട്ടാരത്തിൽ അവർ താമസിച്ച് 30 കൊല്ലം ഈ അക്രമം ചെയ്തിട്ടും 30 കൊല്ലം ഫിർഔനെ അല്ലാഹു തആല അവിടെ പോറ്റി വളർത്തിയില്ലേ? വളർത്തി. പിന്നെയും കുറെ കാലം നിന്നില്ലേ? 10 വർഷം മൂസാ നബി അലൈഹിസ്സലാം മദിയനിൽ താമസിച്ച് തിരിച്ചു വന്നു. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, ബനി ഇസ്രായേൽകാരൊക്കെ എൻ്റെ കൂടെ വിട്ടുതരണം. ബനു ഇസ്രായേൽ ഇന്ന് കേൾക്കുന്ന ഇസ്രായേൽ അല്ല. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരകൾക്ക് പറയുന്ന പേരാണ് ബനു ഇസ്രായേൽ. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേരാണ്. ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇസ്ർ എന്ന് പറഞ്ഞാൽ അബ്ദ് എന്നാണ്. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന വാക്കിൻ്റെ മറ്റൊരു പ്രയോഗമാണ്. അപ്പം ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. അത് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേരാണ്. ഇസ്രായേൽ നബി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്തു മറിയമിൽ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അവരുടെ സന്താന പരമ്പരകൾക്ക് പറയുന്ന പേരാണ് ബനു ഇസ്രായേൽ. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളെ എൻ്റെ കൂടെ വിട്ടുതരണം ഫിർഔനോട് പറഞ്ഞപ്പോൾ ഫിർഔൻ പറഞ്ഞു, അത് ശരി, ഇപ്പം നീ റസൂലായി വന്ന് വലിയ അധികാരവും കാര്യങ്ങളൊക്കെ പറയാ. അലം നുറബ്ബിക ഫീനാ വലീദൻ വലബിസ്ത ഫീനാ മിൻ ഉമുരിക സിനീൻ. കുട്ടിക്കാലത്ത് നിന്നെ പോറ്റി വളർത്തി, വർഷങ്ങളോളം ഈ കൊട്ടാരത്തിൽ നീ താമസിച്ച്, എന്നിട്ട് നീ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഇപ്പൊ വന്ന് റസൂലാണ് എന്ന് പറയാണോ? അംഗീകരിക്കാൻ വലിയ പ്രയാസമുണ്ട്. അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തെളിവുമായിട്ടാ വന്നത്. ആ തെളിവ് അംഗീകരിക്കാൻ നീ റെഡിയാണോ? തെളിവ് അംഗീകരിക്കാൻ റെഡിയാണോ? കയ്യിലുള്ള വടി നിലത്തിട്ടപ്പോൾ അത് വലിയൊരു വിഷസർപ്പമായി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. കൈ ഇങ്ങനെ മാറിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ച് ഉയർത്തി കാണിച്ചു കൊടുത്തപ്പോൾ സാധാരണ കൈകൾക്കൊന്നും ഇല്ലാത്ത വലിയ പ്രകാശം ആ കൈയിലൂടെ അങ്ങനെ അടിച്ചു വീശാൻ തുടങ്ങി. ഇത് രണ്ടും കണ്ടപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇയാൾ നല്ല പഠിച്ച സിഹിറുകാരനാണ്, സിഹിർ കൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നീ നിന്റെ സിഹിറിൽ മത്സരിക്കാൻ എൻ്റെ സിഹിറുകാരോട് നീ ഒരുക്കമാണോ? സിഹിറുകാരെ ഒരുമിച്ച് കൂട്ടി. പക്ഷേ ബുദ്ധിമാന്മാരായ സിഹിറുകാർ മുഴുവനും മൂസാ നബി അലൈഹിസ്സലാമിലും അള്ളാഹുവിലും വിശ്വസിച്ചു. 4000-ലധികം വരുന്ന സാഹിരീങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് കണ്ട് വിശ്വസിച്ചപ്പോ അവരൊക്കെ പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ. ഫിർഔൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ശമ്പളം കൂലിയൊക്കെ തന്ന് നിർത്തിയിട്ട് ഇപ്പൊ നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പക്ഷത്ത് ചേർന്നോ? നിങ്ങളെ കൈയും കാലും വെട്ടിമുറിക്കും, നിങ്ങളെ കുരിശിൽ തറക്കും, നിങ്ങളെ കൊന്നുകളയും, പോരാ എന്നിട്ട് ചുട്ട് കരിക്കും.
പലതും പറഞ്ഞു. പക്ഷേ വിശ്വാസം ഉള്ളിൽ തറുവായ ആ മഹാന്മാര് പറഞ്ഞു, നീ തോന്നുന്നതൊക്കെ ചെയ്ത ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ലാ ലൈർ, ഒരു പ്രശ്നവുമില്ല, ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരല്ലേ. കൊല്ലുകയാണെങ്കിൽ നീ കൊന്നോ, കരിക്കുകയാണെങ്കിൽ നീ കരിച്ചോ, വെട്ടിമുറിക്കുകയാണെങ്കിൽ വെട്ടിമുറിച്ചോ. അക്രമങ്ങൾ തുടർന്നു. അപ്പോഴും ഫിർഔനെ ഒന്നും അള്ളാഹു ചെയ്തിട്ടില്ല. ഫിർഔന് പിന്നെയും 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 അള്ളാഹു തആല ആയുസ് നീട്ടിക്കൊടുത്തില്ലേ? എന്തിന്? അവൻ ചിന്തിച്ച് മനസ്സിലാക്കി മടങ്ങട്ടെ എന്ന് കരുതിയിട്ട്. അത് അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ്, വിശാലമായ റഹ്മത്താണ്, ചെറിയ റഹ്മത്തല്ല. പടച്ച റബ്ബിൻ്റെ റഹ്മത്ത് വിശാലമായ റഹ്മത്താണ്. ശിക്ഷിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. പക്ഷേ അല്ലാഹു തആല താമസിപ്പിച്ചു വച്ചത് ഈ വിശാലമായ റഹ്മത്ത് മനസ്സിലാക്കി നല്ല ബോധത്തോടെ ചിന്തയോടെ വിശ്വസിച്ചോട്ടെ, മടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എത്ര ദൃഷ്ടാന്തങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന് കാണിച്ചു കൊടുത്തത്? 1ഉം 2ഉം 10ഉമാണോ? അല്ല, ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. ഒന്നിലും വിശ്വസിക്കാതെ മുന്നോട്ട് വീണ്ടും പോയി. അക്രമങ്ങൾ അങ്ങനെ തുടർന്നു. അവസാനം വെള്ളവും ചളിയും ഉള്ളിലേക്കെത്തി. മുങ്ങിപ്പൊങ്ങുന്ന സമയത്താണ് ഫിർഔൻ പറഞ്ഞത്, ആമന്തു ബി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ. മൂസാ നബിയെ, എന്നെ രക്ഷപ്പെടുത്തണം. ബനൂ ഇസ്രായീല് ഏത് ഇലാഹിനെ കൊണ്ടാണോ വിശ്വസിച്ചത്, അതേ ഇലാഹിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ആൽ ആന, ഇപ്പോഴാണോ നേരമായത്? എത്ര തവണ നിന്നെ ഞാൻ ദീനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വഖദ് അസൈത മിൻ ഖബ്ലു വകുംത മിനൽ മുഫ്സിദീൻ, നേരത്തെ നീ ധിക്കാരം ചെയ്തിട്ടല്ലേ ജീവിച്ചത്, നാശം വിതക്കുന്ന ആളായിട്ടല്ലേ ജീവിച്ചത്, അക്രമം മാത്രമല്ലേ നിന്റെ ഭാഗത്തിൽ നിന്ന് വന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്തൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. പടച്ച റബ്ബ് അങ്ങനെ റഹ്മത്ത് നൽകാനുള്ള കാരണങ്ങളുണ്ടോ? ഉണ്ട്. ഫിർഔന് അല്ലാഹു തആല ഇത്രയും വലിയ താമസം എങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താ? മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ട് ചോദിച്ചു ഒരു ദിവസം അള്ളാഹുവിനോട്, പടച്ച റബ്ബേ, എത്രയോ അക്രമം ചെയ്തിട്ട് കുറേ ആളുകളെ വിഷമിപ്പിച്ചിട്ട് ഇപ്പോഴും അക്രമം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ നശിപ്പിക്കണം, അദാബിലാക്കണം എന്നൊക്കെ ഞാൻ ദ്വാരുന്നിട്ട് നീ ആ ഭാഗത്തേക്ക് യാതൊരു സ്വീകാര്യതയും തരുന്നില്ലല്ലോ. ഫിർഔന് ഞാനാണ് ഇലാഹ് എന്നൊക്കെ വാദിക്കുന്നതിന് മുമ്പ് ഫിർഔന് സംരക്ഷണത്തിന് വേണ്ടി ചെറിയൊരു കാര്യം ചെയ്തിരുന്നു. എന്താ കാര്യം എന്നറിയോ? അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, അൻത തൻദുറു ഇലാ കുഫ്രിഹി, നിങ്ങൾ നോക്കുന്നത് ഫിർഔന്റെ കുഫറിലേക്കാണ്, അവന്റെ സത്യനിഷേധം. അല്ലാഹു വിശ്വസിക്കാത്ത ആളല്ലേ. പക്ഷേ ഞാൻ നോക്കുന്നത് വാന അൻദുറു ഇലാ മാ കതബഹു അലാ ബാബിഹി, അവന്റെ വീട്ടുപടിക്കൽ അവൻ എഴുതി വെച്ചൊരു എഴുത്തുണ്ട്, അതിനാണ് ഞാൻ അവന് പരിഗണന കൊടുക്കുന്നത്. എന്താണ് എഴുത്തെന്നറിയുമോ? ബിസ്മില്ലാഹ്. വീട്ടുപടിക്കൽ എഴുതി വെച്ചിരുന്നൊരു എഴുത്താണ് ബിസ്മില്ലാഹി എന്നൊരു എഴുത്ത്. ആ ഒരു പരിഗണന. അല്ലാഹു തആലയുടെ റഹ്മത്ത് എത്ര വിശാലം. ഇത്രയും ക്രൂരതയാണ് ഈ മനുഷ്യനെ എത്ര കാലമാണ് അല്ലാഹു തആല ഭൂമിയിൽ വെച്ച് പൊറുപ്പിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ നടത്തിയ അക്രമങ്ങൾക്ക് കയ്യും കണക്കുണ്ടോ? അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടല്ലേ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ മുമ്പ് ഒരു രാജാവും പീഡിപ്പിക്കാത്ത രൂപത്തിൽ പീഡിപ്പിച്ചത്. ചെറുപ്പക്കാരിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ സ്വന്തം പത്നിയായി സ്വീകരിച്ചിരുന്ന ആ പെണ്ണിനെ, ആ മഹദിയെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ കിടത്തി വിവസ്ത്രയാക്കി ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ആണി തറച്ചു. ആണി എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവില്ലേ? ഓ, മനസ്സിലാവും. ആണി തറച്ചു. രക്തമിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആണി തറച്ചിട്ട്. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ, സുബ്ഹാനല്ലാഹ്, ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചോരങ്ങനെ ഒഴുകുകയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹാ കാണുന്ന ആളുകളൊക്കെ കരയുന്നുണ്ട് സങ്കടം കൊണ്ട്. ഉമ്മമാരെ, ആസിയ ബീവിയുടെ ഈമാൻ എത്ര കട്ടിയുള്ള ഈമാനാണ്.
മഹദി പറഞ്ഞു അല്ലാഹുവിനോട്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, റബ്ബേ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്ക് നീ ഒരു വീട് നിർമ്മിച്ചു തരണം. ഇവിടെ ഞാൻ താമസിച്ചത് കൊട്ടാരത്തിലാണ്. അപ്പോഴും ഞാൻ നിന്റെ വിശ്വാസം കളഞ്ഞിട്ടില്ല. സ്വന്തമായി എനിക്ക് കുളിക്കേണ്ടതില്ല, അലക്കേണ്ടതില്ല, ഭക്ഷണം പാചകം ചെയ്യേണ്ടതില്ല, സ്വന്തമായി ചെയ്യേണ്ട ഒരു കാര്യവും ഞാൻ സ്വന്തം ചെയ്യേണ്ടതില്ല. എല്ലാറ്റിനും എനിക്ക് തോഴിമാരുണ്ട്, എനിക്ക് സേവകന്മാരുണ്ട്, സഹായികളുണ്ട്. ഇത്രയും സുഖലോലുപതയിൽ ജീവിച്ചിട്ടും നിന്നെക്കുറിച്ചുള്ള ഈമാൻ എൻ്റെ മനസ്സിൽ നിന്ന് ലവലേശം തെന്നി മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോ പീഡനം അനുഭവിക്കുന്നത്, മർദ്ദനം ഏൽക്കുന്നത് നിന്റെ ഒരൊറ്റ കാര്യത്തിലാണ് അല്ലാ. അതുകൊണ്ട് റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, നിന്റെ വക്കൽ എനിക്ക് നീ ഒരു ഭവനം നിർമ്മിച്ചു തരണം. ആസിയാ ബീവി റളിയല്ലാഹു അൻഹ ദ്വാരക്കുന്ന നേരത്ത് ഖുർആൻ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു, ആസിയാ ബീവി റളിയല്ലാഹു അൻഹ ഈ വാചകം ചൊല്ലിയ ഉടനെ മഹദി ചിരിക്കാൻ തുടങ്ങി. കാരണം ആസിയാ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള മഹദിയുടെ വീട് അത് ലൈവായി കാണിച്ചു കൊടുത്തു. സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ് ആസിയാ ബീവി റളിയല്ലാഹു അൻഹാ. മഹദി വേദനകളൊക്കെ മറന്നുപോയി. സ്വർഗം കണ്ടാൽ പിന്നെന്ത് വേദനയാണ്, പിന്നെന്ത് ചോരയാണ്, എന്ത് ശിക്ഷയാണ്. സ്വർഗം കണ്ടപ്പോഴേക്ക് ആസിയാ റളിയല്ലാഹു അൻഹ ചിരിച്ചപ്പോ ഫിർഔൻ പറഞ്ഞു, ഈ പെണ്ണിന് ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ട്. ഇത്ര ശിക്ഷ ഞാൻ കൊടുത്തിട്ടും ഈ പെണ്ണ് ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ശിക്ഷക്ക് കടുപ്പം കൂട്ടണം. ഒരു പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവരൂ, ഈ പെണ്ണിന്റെ ശരീരത്തിൽ കയറ്റി വെച്ച് വീണ്ടും ശിക്ഷാമുറ ശക്തിയാക്കണം. ഫിർഔന് രണ്ടാമതും അങ്ങനെ ആക്രോശിച്ചപ്പോ സ്വർഗം കണ്ട് സന്തോഷിച്ച മഹദി ആസിയാ ബീവി റളിയല്ലാഹു അൻഹാ ഈമാൻ നല്ല കരുത്തോടെ സ്വീകരിച്ച മഹദിയാണ്. ഉമ്മമാരെ, ആ ആസിയാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു മംഗലം, ഒരു കല്യാണം സ്വർഗത്തിൽ നടക്കാനുണ്ട്. അതിൽ സംബന്ധിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോ ഖദീജ ബീവിയുടെ തൊട്ടടുത്ത് ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖദീജ ബീവിയോട്, എൻ്റെ രണ്ട് ഭാര്യമാരെ സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ അവർക്കൊരു സലാം പറയണം. എൻ്റെ രണ്ട് ഭാര്യമാരെ, രണ്ട് പത്നിമാരെ നിങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ എൻ്റെ ഒരു സലാം അവർക്ക് പറയണം. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ എൻ്റെ മുമ്പ് തങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിവാഹം ചെയ്തിട്ടില്ല, പക്ഷേ ഇത് പ്രപ്പോസ്ഡാണ്, നിശ്ചയിച്ച് തീരുമാനമായതാണ്. സ്വർഗത്തിലെത്തിയിട്ട് വിവാഹം നടക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് ഉറപ്പിച്ചു തന്നതാണ്. അങ്ങനെ എൻ്റെ രണ്ട് ഭാര്യമാരെ നിങ്ങൾ അവിടെ വെച്ച് കാണുമ്പോ എൻ്റെ ഒരു സലാം അവർക്ക് പറയണം. ആരാണെന്ന് ചോദിച്ചു ഖദീജ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു, ആസിയ ബീവി റളിയല്ലാഹു അൻഹയും മറിയം ബീവി റളിയല്ലാഹു അൻഹയുമാണ്. രണ്ടുപേരെയും കാണുമ്പോൾ എൻ്റെ ഒരു സലാം പറയണം. ഹനി അല്ലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ തങ്ങൾക്ക് സന്തോഷം. അങ്ങനൊരു വിവാഹം നേരാനുണ്ടോ? വിവാഹാശംസ നേരാണ്. വഫാത്തിന്റെ തൊട്ടു മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹാ നാളെ സ്വർഗത്തിലെത്തിയിട്ട് ഇത്രയും ഈമാൻ കരുത്തോടെ കാത്തു സൂക്ഷിച്ച ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ഈമാനിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ച നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്ന് സ്വലാത്തില്ലേ മക്കളെ? സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ നിങ്ങൾ സ്വലാത്ത് ചെല്ലാൻ വളരെ മടിയുണ്ടാ? ഇല്ലല്ല, നല്ല കൂലി കിട്ടും, ഉഷാറാകും, ഇൽമിലൊക്കെ ബർക്കത്തിട്ടും. സ്വലാത്ത് എല്ലാവരും ഉറക്ക ചൊല്ലണം. സ്വലാത്തൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ രൂപത്തിൽ പോരാ. തറാവീഹിൻ്റെ ഇടയിലൊക്കെ സ്വലാത്തൊക്കെ ഗംഭീരമായി ചൊല്ലണ്ടേ? ഉറങ്ങിയാൽ എങ്ങനെ? അതിന് തറാവീഹിന് ആദ്യം തന്നെ മുഖവര ഉറക്കായിട്ട് അത്രയും ഫുള്ളാക്കി വരും, പിന്നെ എങ്ങനെ സ്വലാത്തല്ലാന?
ഒരല്പം ഭക്ഷണം കഴിച്ച് വന്നാൽ പോരെ, നിസ്കരിക്കാനല്ലേ പിന്നെ തറാവീഹിന് നിൽക്കുമ്പോൾ തന്നെ ഓരോരുത്തരെ കാണുമ്പോൾ തന്നെ വലിയ ഇടങ്ങേറാണ്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം തോന്നിപ്പോവും. കാരണം നൃത്തം കാണുമ്പോൾ തന്നെ അങ്ങനെ അല്ലാ എപ്പോഴാ അതൊക്കെ തീരുക എന്നുള്ള നൃത്തമാണ്. എപ്പോൾ തീർന്നാലും കുഴപ്പമില്ല, നിസ്കരിക്കല്ലേ, ആഫിയത്ത് അള്ളാഹുത്തല തന്നതല്ലേ. ഒരു സെക്കൻഡിലത് വലിച്ചാൽ എന്ത് ചികിത്സയും ചെയ്യൂലേ, എന്തും കൊടുക്കും. തിരിച്ചു തരാൻ വേണ്ടി എന്താ കൊടുക്കാത്ത, എന്തും കൊടുക്കും. ആ ആഫിയത്തിന് ചെയ്യേണ്ട ശുക്രല്ലേ ഇബാദത്ത്. അള്ളാഹു ഖബൂലാക്കട്ടെ. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല പവറോടുകൂടെ ഈമാനിൽ ജ്വലിച്ചു നിന്നതുകൊണ്ട് ഈമാനിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ച മഹദിയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആ ആസിയ ബീവിയെ തങ്ങൾക്കുള്ള വധുവായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ചു. അപ്പൊ ഫിരൗന് കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഫിരൗന് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല, അവൻ അതിനുള്ള ആവതൊന്നുമില്ല. അവനൊരു പെരുമയ്ക്ക് വേണ്ടി കല്യാണം കഴിച്ചതാണ് ആസിയ ബീവിയെ. ഫിരൗന് അതിനുള്ള ശക്തിയൊന്നുമില്ല. അങ്ങനെയാണ് പറയുന്നത്. ലിഅന്നഹു കാന ഇന്നീനൻ, ഓനാൾ ഇന്നീനായിരുന്നു ഫിരൗൻ. ഓന് രാജശക്തിയേ ഉള്ളൂ, ശാരീരികമായിട്ട് അതിനുള്ള കെൽപ്പൊന്നുമില്ല. ഒരിക്കൽ പോലും ആസിയ ബീവിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ച വധുവാണ്. ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാനിൻ്റെ കരുത്ത് നമ്മൾ മനസ്സിലാക്കണം. ഈമാനിൽ പരീക്ഷണം നേരിടുന്ന ഏത് ഘട്ടത്തിലും ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനുള്ള കെൽപ്പ് വേണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പരീക്ഷണങ്ങൾ ഇനിയും വരും കേട്ടോ, ഇനിയും വരും. അപ്പോൾ ഒരു മുസ്ലിമാണ് എന്നുള്ള നിലക്ക് ഉറച്ചവിടെ നിൽക്കണം. അപ്പുറത്ത് എന്തെങ്കിലും കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയരുത്, ചായരുത്. ഈമാന് പൈസക്ക് വിൽക്കരുത്, പണത്തിന് വിൽക്കരുത്. ഉറച്ചു നിൽക്കണം ഇസ്ലാമിൽ, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ അത് മുഅ്മിനീങ്ങൾക്കൊരു ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു കാരണവുമില്ലാതെയാണ് ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ പീഡിപ്പിച്ചത്. കല്ലുരുട്ടി കൊണ്ടുവന്നു. ചിരിച്ചത് കണ്ടപ്പോൾ സഹിച്ചില്ല ഫിരൗന്. അവനതിൻ്റെ യാഥാർത്ഥ്യം അറിയണ്ടേ. അവനറിയില്ല എന്തിനാണ് ആസിയ ബീവി ചിരിച്ചത്. ചിരിച്ചതെന്തിനാ? സ്വർഗം കണ്ട് ചിരിച്ചതാണ്. ഒക്കെ നിങ്ങൾ ആ ഈമാൻ അള്ളാഹു കൊടുത്തൊരു സമ്മാനം. സ്വർഗം കണ്ടിട്ടും മരിച്ചു പോകാനുള്ള ഒരു ഭാഗ്യം നമുക്കും കിട്ടണ്ടേ അല്ലേ? കിട്ടണ? കിട്ടും. എന്നും സൂറത്ത് യാസീൻ ഓതി പതിവാക്കണം. മരിക്കാൻ കിടക്കുന്ന ആളെ സൂറത്ത് യാസീൻ ഓതിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ സ്വർഗം കാണാതെ മരിക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു ഭാഗ്യമാണ്. അതിന് അത്രയും ടച്ച് വേണം. വയസ്സൊന്ന് കൂട്ടി നോക്കി. ഈ വയസ്സാം കാലത്ത് ഇത്രയും വയസ്സിൽ എത്ര യാസീൻ ഓതിയിട്ടുണ്ടാവും? മൊത്തം 100 തികയോ? എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഭാഗ്യവതികളാണവര്. എല്ലാ ദിവസവും യാസീൻ ഓതുന്ന സഹോദരങ്ങളുണ്ട്. യാസീൻ സൂറത്ത് രാവിലെ ആദ്യമായി ഓതിയാൽ എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് യാസീൻ ഓത്ത് തുടങ്ങുന്ന എത്രയോ നല്ല ആളുകളുണ്ട്, അങ്ങനെ പതിവാക്കിയ ആളുകളുണ്ട്. മരിക്കുന്ന സമയത്ത് മരിക്കാൻ കിടക്കുന്ന ആള് മരണം ഹാജരായി കൊണ്ടിരിക്കുമ്പോൾ യാസീൻ അങ്ങനെ ഓതിയാൽ ലം യമുത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു തആല അയാൾക്ക് തയ്യാറാക്കിയ സ്ഥലം കാണാതെ മരണപ്പെടുകയില്ല. സ്വർഗത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന സീറ്റ് കാണും. ആസിയ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗം കണ്ടിട്ടല്ലേ പോകുന്നത്. ഫിരൗന് കല്ലുരുട്ടിക്കൊണ്ടുവരാൻ ആളുകളെ ഏൽപ്പിച്ചപ്പോ ആസിയ ബീവി വീണ്ടും ദുആ ചെയ്തു, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔന് ഇനിയും അക്രമത്തിലേക്കാണ് മുതിരുന്നത്, അവന്റെ അക്രമത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കല്ലുരുട്ടിക്കൊണ്ടുവന്നപ്പോഴേക്ക് ആസിയ ബീവിയുടെ ആത്മാവ് വേർപിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അരിശം തീരാഞ്ഞ ആ ഫിർഔന് ആ ശരീരത്തിൽ കല്ല് കയറ്റി വെച്ചു, വലിയ പാറക്കല്ല് കയറ്റി വെച്ചു.
അതിൻ്റെ മുകളിൽ അവൻ കയറിയിരുന്നു അവൻ്റെ അരിശം തീർക്കാൻ വേണ്ടി. മൃതശരീരത്തിൽ, റൂഹില്ലാത്ത ശരീരത്തിൽ കല്ല് കയറ്റി വെച്ചവൻ നൃത്തമാടിയിട്ടവൻ്റെ ദേഷ്യം തീർത്തു. ആസിയാ ബീവി റളിയല്ലാഹു അൻഹയുടെ ആത്മാവ് അതിനു മുമ്പ് പറന്നുയർന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്നിട്ടും ഫിർഔനിനെ അള്ളാഹു ബാക്കി വെച്ചില്ലേ? അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ടാണ്. ശിക്ഷ അല്ലാഹു തആല കൊടുത്തില്ലേ? കൊടുത്തു. ഇപ്പോഴും ശിക്ഷ കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷ മറ്റൊരാളെ കാണിക്കണമെന്നില്ല. ഫിർഔൻ ഇപ്പൊ കിടക്കുന്നത് എവിടെയാണെന്നറിയുമോ? മിസ്റിൽ മ്യൂസിയത്തിലാണ് അവനുള്ളത്, ഏറ്റവും വലിയ മ്യൂസിയത്തിൽ. അതിൽ ആ ഹാളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഫിർഔനെ കിടത്തിയിരിക്കുന്ന റൂമിൽ മാത്രമാണ് AC ഉള്ളത്. ബാക്കി എവിടെ AC ഇല്ല. കുറേ ഫറോവമാർ അപ്പുറത്തുണ്ട്. അവരൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടയിച്ച് പൊടിയൊക്കെ വെച്ച് കെട്ടി ഭദ്രാക്കിയിട്ട് പിന്നെയും ആ കൂട്ടിൻ്റെ ഉള്ളിലിടാണ്. നമ്മൾ ഈ പറയുന്ന ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഭരിച്ചിരുന്ന ഏകാധിപതിയായി ഭരണം നടത്തിയിരുന്ന ഫിർഔൻ്റെ ശരീരത്തിൽ ഒരു പൗഡറും തേക്കുന്നില്ല, മരുന്നും തേക്കുന്നില്ല. ആ ചർമ്മം അങ്ങനെ തന്നെ ഉണ്ട്. ചെറിയ പല്ലുണ്ട്, നരച്ച മുടിയൊക്കെ കാണാം, നഖമൊക്കെ കാണാം. അത് ബഹുമാനത്തിന് അല്ലാഹു ബാക്കി വെച്ചതല്ല. പിന്നെ ലോകത്ത് ഇതുപോലെ നരഭോജികളായിട്ട് പിൽക്കാലത്ത് ഒരുപാട് ആളുകൾ വരാനുണ്ട്. അവർക്കൊക്കെ ഒരു ദൃഷ്ടാന്തമായി അല്ലാഹു ബാക്കി വെച്ചതാണ്. ഇപ്പോഴില്ലേ മനുഷ്യനെ കൊല്ലുന്ന ഒരുപാട് ആളുകൾ? ഇപ്പോഴില്ലേ മനുഷ്യൻ്റെ ചോര കണ്ടിട്ട് സുഖിക്കുന്ന ആളുകൾ ലോകത്ത്? അവർക്കൊക്കെ ഒരു തെളിവായിട്ട് ബാക്കി വെച്ചതാണ്. ആരായിരുന്നു ഈ കിടക്കുന്ന ഫിർഔൻ? ആരായിരുന്നു? ചരിത്രം നിങ്ങൾ പരിശോധിക്കണം. ഇവൻ ഏത് രൂപത്തിലാ ഭരിച്ചിരുന്നത്? എന്തൊരു വലിയ ഭരണമാണ് ഇവൻ നടത്തിയിരുന്നത്? എത്ര ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു ഈ ഫിർഔനിന്റെ കീഴിൽ? ഇവൻ കിടക്കുന്ന കിടത്തം നിങ്ങൾ കാണുന്നുണ്ടോ? ഇവന്റെ കയ്യിലാണ് എപ്പോഴും അധികാരമെങ്കിൽ ഇപ്പോൾ ഇവൻ കിടക്കുന്ന കിടത്തം ഇങ്ങനെയാണോ ആകേണ്ടത്? AC റൂമിലാണ് കിടക്കുന്നതെങ്കിലും ശിക്ഷയുണ്ട്. പക്ഷേ അള്ളാഹു ശിക്ഷ ഡയറക്റ്റായി നമ്മളെ കാണിക്കാത്തത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ഖബറിൻ്റെ ഉള്ളിൽ തന്നെ ശബ്ദം എത്ര വലുതാണ്! കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് തരാത്തത് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. കൊണ്ടുപോകുന്ന മയ്യിത്ത് ശബ്ദിക്കുന്ന ശബ്ദം തന്നെ എത്ര വലുതാണ്! ഒരു ശബ്ദം നമ്മൾ കേട്ടാൽ പിന്നെ ഒരു ജനാസന്റെ കൂടെയും നമ്മൾ പോകൂല. ഒരാൾ മരിച്ചാലും മരിച്ചിടത്തേക്കൊന്നും നമ്മൾ പോകൂല. കേൾക്കാൻ പറ്റിയ ആൾക്കാർ ചില സൂചനകളും വാക്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ആ കേട്ടത് നമ്മളാണെങ്കിൽ കഴിഞ്ഞു കഥ. ഏതൊരു മനുഷ്യൻ മരിച്ചാലും രണ്ടാലൊരു രൂപത്തിലായിരിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈൻ തക്കു സ്വാലിഹത്തൻ, നല്ല മനുഷ്യനായിട്ടാ മരിച്ചതെങ്കിൽ ആ ശരീരം പറയും, മൃതശരീരം പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി. മരിച്ചു കിടക്കുന്ന ആ ബോഡി പറയും, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണം, ദുനിയാവ് എനിക്ക് മടുത്തു. ഞാൻ നേരത്തെ ആഖിറം ആഗ്രഹിച്ച് ആഖിറത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ഒരുപാട് ഒരുങ്ങി തയ്യാറായി ജീവിച്ച ആളാണ്. ദുനിയാവല്ലേ അതിനുള്ള സൗകര്യപ്പെടുത്തി തന്നിരുത്തിയിട്ട് ഇങ്ങനെ ജീവിച്ചതായിരുന്നു. മതി, ഇനിയും ദുനിയാവിൽ എന്നെ വെക്കല്ല, വേഗം കൊണ്ടുപോകും. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയുടെ ഉപരിഭാഗമോ ഈ ക്ഷണികമായ സുഖങ്ങളോ ഈ നശ്വരമായ ആർഭാടങ്ങളോ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, പരലോകമാണ്. വേഗം കൊണ്ടുപോകണം, പെട്ടെന്ന് കൊണ്ടുപോകണം. അവിടെയാണ് എനിക്കൊരുപാട് കാണാനുള്ളത്, സുഖിക്കാനുള്ളത്. ഇവിടെയല്ല. ഇതൊക്കെ നശിക്കുന്നതല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ കഴിഞ്ഞില്ലേ, രൂപങ്ങളൊക്കെ മാറി മാറി വരുന്നത് കണ്ടില്ലേ. പെട്ടെന്ന് കൊണ്ടുപോകണം. ഇനി അത് നല്ല മനുഷ്യനല്ല, മോശപ്പെട്ട രീതിയിൽ ഇവിടെ പറഞ്ഞ ആളാണെങ്കിൽ അത് പറയും, യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ, നാശമേ എവിടേക്കാ കൊണ്ടുപോകുന്നത്? കുറച്ചുകൂടി നേരം ഇവിടെ കാത്തു വെക്കണം, പെട്ടെന്ന് എന്നെ മറവ് ചെയ്യരുത്. ദുനിയാവ് ഞാൻ അത്രയും വാരിപ്പുണർന്ന് ജീവിച്ച ആളാണ്. ഇപ്പോഴും ദുനിയാവിനോടുള്ള പ്രേമം മാറിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ സമ്പാദ്യം എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരലോകം എന്ന ചിന്ത എൻ്റെ ഖൽബിൽ വന്നില്ല. പലതും അല്ലാഹു എനിക്ക് സിഗിൽ തന്നു, ഞാൻ ചിന്തിച്ചില്ല. ആയുസ് അല്ലാഹു തന്നു, ഞാൻ ആലോചിച്ചില്ല. ക്ഷീണം തന്നു, ഞാൻ ആലോചിച്ചില്ല. രോഗം തന്നു, ഞാൻ മടങ്ങിയില്ല. പല നഷ്ടങ്ങളും തന്നു, ഞാൻ ചിന്തിച്ചില്ല. അപ്പോഴും എൻ്റെ ആക്രാന്തം ദുനിയാവിന് വേണ്ടി മാത്രമായിരുന്നു.
ഐന യദ്ഹബൂന ബിഹാ, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോകരുത്. യസ്മഉഹാ കുല്ലു ഷൈഇൻ, എല്ലാ ചരാചരങ്ങളും ആ ശബ്ദം കേൾക്കും. ഇല്ല സഖലൈൻ, മനുഷ്യഭൂതവർഗങ്ങളൊഴികെ. മനുഷ്യൻ അത് കേൾക്കില്ല, ഭൂതവർഗവും അത് കേൾക്കില്ല. മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ വലൗ സമിഅഹൽ ഇൻസാനു ലസഇഖ, മനുഷ്യൻ അത് കേട്ട് കഴിഞ്ഞാൽ അവൻ ബോധം കെട്ട് വീണുപോകും, അറ്റാക്ക് ബാധിച്ചു പോകും. പിന്നെ ജനാസ സംസ്കരിക്കാൻ ആളുകൾ ഉണ്ടാകില്ല. സൗകര്യത്തിന് വേണ്ടി അല്ലാഹു തആല മറച്ചു വെച്ചതാണ്. കേൾവിക്ക് നമുക്ക് പരിധിയുണ്ട്, കാഴ്ചക്ക് നമുക്ക് പരിധിയുണ്ട്, ഓരോന്നിനും നമുക്ക് പരിമിതിയുണ്ട്. കേൾക്കാനൊക്കെ പരിധിയുണ്ട്, പക്ഷേ കേൾക്കേണ്ട ആളുകൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പലതും കേട്ടിട്ടുണ്ട്. ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ജനാസ കൊണ്ടുപോകുമ്പോൾ ഒരു തൂണ് എൻ്റെ തോളിലാണ്. പല തൂണുണ്ടാവുമല്ലോ പലരും തോളിൽ. ഒരു തൂണ് എൻ്റെ തോളിലാണ്. ഞാനിങ്ങനെ വല്ലാത്ത പേടിയോടുകൂടെ ഞാൻ ദ്വാരക്കുന്നുണ്ട്. ഈ ജനാസ ഇങ്ങനെ എൻ്റെ ഒരു തോളിലാണ് അതിൻ്റെ ഒരു തൂണുള്ളത്. മേലെ ജനാസ ഇങ്ങനെ ഒരു കട്ടിലല്ലേ, മയ്യത്ത് കട്ടിലിൻ്റെ ഒരു തൂണ് എൻ്റെ തോളിലാ. ഞാൻ ദ്വാരക്കുന്നുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലീ ഫിൽ മൗത്ത്, പടച്ചോനെ മരണത്തിൽ എനിക്ക് നീ ബർക്കത്ത് ചെയ്യണം, എനിക്ക് നീ അനുഗ്രഹിക്കണം എന്ന് ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ദ്വാരക്കുന്നുണ്ട്. അപ്പം കട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്നോടൊരു ചോദ്യം, ഫീമാ ബഅദഹു, മരണത്തിൻ്റെ ശേഷമോ എന്നൊരു ചോദ്യം. ഞാനാകെ പേടിച്ചു. നമ്മളാണെങ്കിൽ അതോടെ കഴിഞ്ഞിട്ടുണ്ടാകും. അടുത്ത മണിക്കൂറിൽ നമ്മളെ ജനാസ എടുക്കേണ്ടി വരും. കഴിഞ്ഞു, നമ്മുടെ അവസ്ഥ കഴിഞ്ഞു. അത്രേ നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിയുള്ളൂ. അല്ല, ഖബറിന്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം എത്രമാത്രം വലിയ ശബ്ദമാണ്. മലക്കുകൾ ചോദിക്കുമ്പോൾ മലക്കിന്റെ ശബ്ദം തന്നെ ഹദീസിൽ പറയുന്നത് ഘോരമായ ഇടിയുടെ ശബ്ദമാണ് എന്നാണ്. പരിസരത്ത് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ടാവും. പക്ഷെ കേൾക്കാൻ ഉദ്ദേശിച്ച ആളുകൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പലരുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. പെട്ടെന്നാണ് മരിച്ചത്. എങ്ങനെ മരിച്ചത്? അള്ളാഹുവിൽ പേടിച്ചുകൊണ്ട് മരിച്ച ആളാണ്. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് മരണം സംഭവിച്ച ആളാണെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്നല്ലേ ഖുർആൻ പറയുന്നത്. പടച്ചോനെ പേടിച്ച് മരിച്ചുപോയ ആളുകൾക്ക് സ്വർഗമുണ്ടല്ലോ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, ഒരു സ്വർഗമല്ല ജന്നത്താൻ, രണ്ട് സ്വർഗമുണ്ട് എന്നാണ്. ഈ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ തലഭാഗത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഓതി ഈ ആയത്ത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. ഖബറൊക്കെ മറവെയ്ത് മീസാൻ കല്ലൊക്കെ വെച്ച് സഹാബത്തൊന്നും പിരിഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഓതി, അള്ളാഹുവിനെ പേടിച്ച് മരിച്ചുപോയ ആളാണെങ്കിൽ രണ്ട് സ്വർഗമുണ്ട്. അപ്പൊ ഖബറിന്റെ ഉള്ളിൽ നിന്ന് തിരിച്ചിങ്ങോട്ട്, അന്നല്ലാഹ അഅതാനീഹിമാ യാ ഉമറൂ, ഉമറേ ആ രണ്ട് സ്വർഗം അള്ളാഹു എനിക്ക് തന്നു കഴിഞ്ഞു. ഖബറിന്റെ ഉള്ളിലെത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ആ പറഞ്ഞ രണ്ട് സ്വർഗല്ലേ അള്ളാഹു എനിക്ക് തന്നു കഴിഞ്ഞു. ഇങ്ങനെ കേട്ടതുണ്ട്. കേൾക്കാൻ കെൽപ്പുള്ള ആൾക്കാർ കേൾക്കും, സാധാരണ ആളുകൾക്ക് കേൾക്കാൻ കഴിയൂല. ഫിർഔൻ എങ്ങനെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നും ഫിർഔന് ശിക്ഷ ഉണ്ട് എന്നാണല്ലോ ഖുർആനിൽ പറയുന്നത്. ഇപ്പോഴും ശിക്ഷ ഉണ്ട്, 24 മണിക്കൂർ ശിക്ഷ ഉണ്ട്. അവൻ്റെ റൂമിലാണെങ്കിൽ ഏസിയ. അവനെ കാണാനാണെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് മുറിക്കണം, കാശ് കൊടുക്കണം. മറ്റുള്ളവരെ കാണാനുള്ള കാശ് പോരാ, പ്രത്യേകം കാശ് കൊടുക്കണം. അവൻ്റെ റൂമിലേക്ക് അങ്ങോട്ട് കയറിയാൽ എയർ കണ്ടീഷനാണ്. പക്ഷേ എയർ കണ്ടീഷനൊന്നും ശിക്ഷക്ക് തടസ്സമല്ല. എയർ കണ്ടീഷനൊന്നും ശിക്ഷക്ക് തടസ്സമല്ല. മരുന്നുകൾ എത്രയുണ്ട് സഹോദരങ്ങളെ, രോഗം എന്നിട്ടും ഇല്ലേ മരുന്ന് കൊണ്ട് തടുക്കാൻ കഴിയുന്നുണ്ടോ? തടുക്കാൻ കഴിയാത്ത രോഗങ്ങൾ എത്രയുണ്ട്. അള്ളാഹുവിൻ്റെ നിശ്ചയം അങ്ങനെയല്ലേ. പലതും പലതും ഉണ്ട്, പക്ഷേ ഒന്നൊന്നിന് പരിഹാരമല്ല. 24 മണിക്കൂറും ഫിർഔനും കുടുംബത്തിനും ശിക്ഷയുണ്ട്. അന്നാറു യുറളൂന അലൈഹാ ഖുദുവൻ വഅശിയ്യാ, 24 മണിക്കൂറും നരകശിക്ഷ നൽകപ്പെടുന്നു ഫിർഔനും അവന്റെ കുടുംബത്തിനും. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഇനി ഗൗരവമുള്ള ശിക്ഷയാണ് കൊടുക്കാനുള്ളത്. ഇതുവരെ കൊടുത്ത ശിക്ഷയല്ല. പക്ഷേ പോയി നോക്കുന്ന നമുക്കവിടെ എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ല.
റബ്ബിന്റെ ശിക്ഷ ഒരാളെയും കാണിക്കാതെ ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്, ഒരാളെയും കേൾപ്പിക്കാതെ ശിക്ഷിക്കാനും കഴിവുണ്ട്, ശിക്ഷകൾ കാണിച്ചുകൊണ്ടും കേൾപ്പിച്ചുകൊണ്ടും ശിക്ഷിക്കാനും കഴിവുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹിന്റെ റഹ്മത്ത് വിശാലമാണ്. ഒരു പരാക്രമിയെയും അല്ലാഹു തആല പെട്ടെന്ന് ശിക്ഷിച്ചിട്ടില്ല. ശിക്ഷിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. കഅബ പൊളിക്കാൻ വന്നിരുന്ന ആളല്ലേ അബ്രഹത്ത് രാജാവ്. കൂടെ വന്നിരുന്ന എത്ര ആളുകൾ കല്ലേറ് കിട്ടിയിട്ട് ആ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. അബ്രഹത്ത് രാജാവിനെ ഉടനെ അല്ലാഹു തആല മൗത്താക്കിയോ? ഇല്ല. അബ്രഹത്ത് രാജാവിനെ അവിടെ നിന്ന് വീണ്ടും യമനിലേക്ക് ചുമന്നു കൊണ്ടുപോയി. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. അയാളുടെ പള്ളയുടെ ഭാഗം വീർത്തു വന്നു, വയറിന്റെ ഭാഗം പൊട്ടിപ്പോയി, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വ്രണം ബാധിച്ച് കിടന്നു. എന്തിനാണ് അല്ലാഹു നൽകിയത്? മടങ്ങാനുള്ള ചാൻസ് ആണ്, വേണമെങ്കിൽ മടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഖുർആൻ അങ്ങനെയാ പറയുന്നത്, ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ്. പെട്ടെന്ന് ശിക്ഷിക്കണമെന്ന് അല്ലാഹു തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പ്രയാസവും അതിനില്ല. പിന്നെയോ ശിക്ഷക്ക് അല്ലാഹു തആല ചില ആളുകൾക്ക് സമയം കണക്കാക്കി വെച്ചിട്ടുണ്ട്, സ്ഥലം കണക്കാക്കി വെച്ചിട്ടുണ്ട്. ചിലതിനൊന്നും അല്ലാഹു തആല ഇവിടെ ശിക്ഷ കൊടുക്കില്ല, പരലോകത്തേക്ക് അല്ലാഹു തആല നീട്ടിവെക്കും. അത് അല്ലാഹു നമ്മളെ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്ത കുറ്റങ്ങൾ പുറത്തേക്ക് വെളിവാക്കാതെ, കൂടെ ജീവിക്കുന്ന ബാപ്പക്ക് ഉമ്മക്ക് വരെ കാണിക്കാതെ, അല്ലെങ്കിൽ ഭാര്യക്ക് ഭർത്താവിന് വരെ കാണിക്കാതെ സ്വകാര്യമായി അല്ലാഹു മറച്ചു വെച്ചത് നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങാനാണ്, പശ്ചാത്താപ ബോധത്തോടെ മടങ്ങാനാണ്. തീർച്ചപ്പെടുത്തിയിട്ട് ഖേദപൂർവം അല്ലാഹുവിലേക്ക് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ശരിയായ നിലക്ക് ഖേദത്തോടെ മടങ്ങാനാണ്. സഹോദരങ്ങളെ, റമളാനു ഷരീഫിന്റെ കുറെ രാവുകൾ കഴിഞ്ഞു. കണ്ണീർ കണങ്ങൾ ഉറ്റിയോ നമ്മുടെ കണ്ണിൽ നിന്ന്? നമ്മുടെ കണ്ണിനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയോ? ശരീരത്തെ കഴുകി വൃത്തിയാക്കിയോ? ശരീരത്തെ മൊത്തം കഴുകി വൃത്തിയാക്കേണ്ട ഒരു രൂപമാണ് കണ്ണിൽ നിന്ന് അള്ളാഹുവിനെ ഓർത്തിട്ട് വരുന്ന കണ്ണീർ കണങ്ങൾ. വസ്തഫിരിഖിദ്ദം അമിൻ ഐനിൻ ഖദിം തലഅത് മിനൽ മഹാരിമി വൽ സംഹിമ്യതൻ നദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കണ്ണിൽ നിന്ന് കണ്ണീര് നീ ധാരാളം ഒടിക്കണം. കാരണം ഹറാമുകൾ ധാരാളം നിന്റെ ജീവിതത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കണ്ടതുണ്ട്, പറഞ്ഞതുണ്ട്, ചെയ്തതുണ്ട്, നടന്നതുണ്ട്, ചിന്തിച്ചത് വരെ ഇല്ലേ സഹോദരങ്ങളെ? ആ ഹറാമുകൾക്ക് കണ്ണീര് കൊണ്ട് നീ കഴുകി വൃത്തിയാക്കണം. അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം കരഞ്ഞിരുന്നത് അത്താഴത്തിന്റെ നേരത്താണ്. അത്താഴത്തിന്റെ നേരത്ത് കരയുന്ന കരച്ചിലില്ലേ, ആത്മാർത്ഥമായ കരച്ചിലാണ്. കാരണം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും നല്ല സന്ദർഭമാണ് അത്താഴത്തിന്റെ സമയം. ദുആഇന് ഏറ്റവും ഇജാബത്ത് പ്രതീക്ഷിക്കുന്ന, ഇസ്തിഗ്ഫാറിന് ഏറ്റവും കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കുന്ന നേരമാണ്. ആ നേരത്ത് കണ്ണുകൾ സജലമാക്കി കുറ്റകൃത്യങ്ങൾ ഏറ്റുപറയണം. അപ്പൊ ചിലര് ചോദിക്കും, ഉസ്താദേ നോമ്പന്നെ നോറ്റിട്ടില്ലേ, തറാവി നിസ്കരിച്ചിട്ടില്ലേ, ഖുർആൻ ഓതിയിട്ടില്ലേ, അതുകൊണ്ടൊക്കെ അല്ലാഹു തആല പാപങ്ങളോട് പൊറുക്കൂലേ? ഇതൊക്കെ സ്വീകരിച്ചു എന്നെന്താ ഉറപ്പ്? ഇതൊക്കെ ശരിയാണ് എന്നെന്താ ഉറപ്പ്? നിസ്കരിച്ച നിസ്കാരവും നോറ്റ നോമ്പൊക്കെ സ്വീകരിക്കട്ടെ നമ്മൾ ദ്വാരക്ക പ്രതീക്ഷയോടുകൂടെ, അത്രയല്ലേ ഉള്ളൂ. അള്ളാഹു കബൂലാക്കിയില്ലെങ്കിലോ? അള്ളാഹു കബൂലാക്കി തരട്ടെ. ഒരുറപ്പില്ല. ഒരാൾക്കും പറയാം, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ ഉറപ്പുണ്ടോ എൻ്റെ നോമ്പ് ഉസ്താദെ 100% അള്ളാഹ് സ്വീകരിക്കണ നോമ്പാണ്? ആരാ പറയാ? ചെയ്ത പണി സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി ഉസ്താദ് ഇപ്പം അങ്ങനൊന്നും വേദറേണ്ട ആവശ്യമില്ല, അതൊക്കെ അള്ളാഹു തആല സ്വീകരിക്കുക, അത്ര എളുപ്പമല്ലേ? എന്നാ പിന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത്ര കഷ്ടപ്പെട്ട് വരുന്നത് എന്തിനാ? ഒരു ദിർഹം പോലും കൂലി വാങ്ങാതെ മിനയുടെ താഴ്വരയിൽ നിന്ന് തോളിൽ കല്ലേറ്റിയിട്ട് വലിയ വലിയ കല്ലുകളൊക്കെ ഏറ്റിയിട്ട് സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കഅബ നിർമ്മിക്കുമ്പോൾ ഒരൊറ്റ
ഒരൊറ്റ കല്ലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഒരു വരി വെച്ചാൽ അപ്പ ദ്വാരക്കും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. കല്ലേറ്റി കൊണ്ടുവന്നു, ശരിയാണ്. പ്രയാസങ്ങളൊക്കെ സഹിച്ചു, അതും ശരിയാണ്. ഒരു കൂലിയില്ല, നീ തരുന്ന കൂലിയല്ല, അതൊക്കെ ശരിയാ. പക്ഷെ എടുക്കുന്ന പണി നീ സ്വീകരിക്കണം. നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കണം, എങ്കിലേ ആ പറഞ്ഞ മഗ്ഫിറത്തുള്ളൂ. നോൽക്കുന്ന നോമ്പ് അല്ലാഹ് സ്വീകരിക്കണം, എങ്കിലേ ആ പറഞ്ഞ മഗ്ഫിറത്തുള്ളൂ. രാത്രി രാപ്പാർന്നിരിക്കുന്ന അള്ളാഹു സ്വീകരിക്കണം, എങ്കിലേ മഗ്ഫിറത്തുള്ളൂ. അല്ലെങ്കിലൊക്കെ പോക്കാ. അതിനെന്നെ നിബന്ധനകൾ എത്ര വെച്ചു, നോമ്പ് ശരിയാകാനും നിസ്കാരം ശരിയാകാനും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്രമാത്രം നിസ്വാർത്ഥമായി ജീവിച്ച മഹാനാണ്. അള്ളാഹുവിന് വേണ്ടി എല്ലാം ഒഴിവാക്കാൻ സന്നദ്ധതയുള്ള ആളല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖലീൽ എന്നല്ലേ അള്ളാഹു കൊടുത്ത സ്ഥാനം, ഖലീലുല്ലാഹി. മലക്കുകൾ ചോദിച്ചില്ലേ അള്ളാഹുവിനോട്, പടച്ചോനെ നിനക്കെങ്ങനെ ഒരു ഖലീല്, നിനക്കൊരു ഖലീൽ ഉണ്ടാകോ? നിനക്കുള്ള ഖലീല് എന്തും നിനക്ക് വേണ്ടി ത്യജിക്കാൻ കഴിവുള്ള ആളാകണ്ടേ? അങ്ങനെ കഴിയോ ഇബ്രാഹിം നബിക്ക്? അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ പോയി പരിശോധിച്ചോളൂ, എനിക്ക് വേണ്ടി എന്തും ചോദിച്ചോളൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തും തരും. അങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ, ധർമ്മം ചോദിക്കാൻ വന്ന ഒരാളെ വേഷത്തിൽ മലക്ക് വന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇഷ്ടം പോലെ സ്വത്തില്ലേ? സ്വത്തുണ്ട്, ആടുകളുണ്ട് ഒരുപാട്, ഒട്ടകങ്ങളുണ്ട് വേറെയും, പശുക്കൾ, ആടും മാടും ഒട്ടകങ്ങളും നിറയുണ്ട്, തോട്ടങ്ങളുണ്ട്. ഈ ആട് മാട് ഒട്ടകങ്ങളെ മേയ്ക്കാൻ, അതിനെ കൊണ്ടു നടക്കാൻ നായകളുണ്ട്. ആ നായകളെ 12 നായകളെ കഴുത്തിലും സ്വർണ്ണ ചെയിനുണ്ട്. മനസ്സിലായോ ദുന്യാവിൻ്റെ സ്ഥാനം? 12 നായകളുണ്ട്. നായന്റെ കഴുത്തിൽ എന്തുണ്ട്? ആ ഒരു പവൻ എത്ര വില ഇപ്പോ? 50 അല്ലേ? ആ 50. നായന്റെ കഴുത്തിൽ സ്വർണത്തിന്റെ നല്ല മാല, 1-ാം നമ്പർ മാല. 12 നായകളുണ്ട്. ആ നായകളാണ് ഈ ആടുമാട് ഒട്ടകങ്ങളെ മേയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. തിരിച്ചു വരാൻ സമയമാകുമ്പോൾ പല ഭാഗത്തും ചെന്ന് നായകൾ ശബ്ദിക്കും. അവർക്ക് മനസ്സിലാകുമ്പോൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ഈ നായകളാ കൊണ്ടുപോവുക. മലക്ക് വന്ന് ചോദിച്ചു, ഈ ഒട്ടകങ്ങൾ, ഈ ആടുകൾ, ഈ മാടുകൾ, ആ കാണുന്ന തോട്ടങ്ങൾ, ഇതൊക്കെ ആരുടേതാണ്? നമ്മളോടൊരാളൊന്ന് ചോദിക്കാണ്, ആ കാണുന്ന ആ തെങ്ങക്കാരുതാ? നമ്മളെന്താ പറയുക? അതിൻ്റെതാ, എൻ്റെ നാളെ പോകാനുള്ള എൻ്റെ. നമ്മൾ പോയ അടുത്ത ആൾ, അയാൾ കഴിഞ്ഞാലോ അടുത്ത ആള്. ആർക്കാണുള്ളത്? ആർക്കും ഇല്ല. നമ്മൾ വേമ്പർ അതിൻ്റെതാ, മറ്റേ ജ്യേഷ്ഠൻ്റെതാണ്, മറ്റേ അഞ്ചൻ്റെ, മറ്റേ വല്യാപ്പാൻ്റെ ആണ്, മറ്റേ അതിൻ്റെ വല്യാപ്പാൻ്റെ. എൻ്റെ അമ്മോ, തീരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റ മറുപടി, ലില്ലാ, ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. വലാകിൻ ഫീ യദീ, തൽക്കാലം എൻ്റെ അവകാശത്തിലാണ്, താൽക്കാലികമായി എൻ്റെ ചുമതലയിലാണ്. ഒക്കെ റബ്ബിനുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. അത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു വന്നാള്. അള്ളാഹുവിനെ വിചാരിച്ച് തരാൻ പറ്റുമോ? പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കോളൂ, അതിൽ 1/3 ഭാഗം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. വന്ന മലക്ക് ചൊല്ലി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. വിത്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ദിക്റാണ്. വിത്ർ നിസ്കാരം എന്ന നിസ്കാരല്ലേ? 3 വട്ടം ചൊല്ലണം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, പിന്നെ ചൊല്ലണം സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. 3 പ്രാവശ്യം ചൊല്ലുമ്പോൾ 1 പ്രാവശ്യം ഉറക്കെ ചൊല്ലണം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, പിന്നെ ചൊല്ലണം സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ആ ദിക്റാണ് മലക്ക് ചൊല്ലിയത്. 3-1 എടുത്തോളൂ എന്ന് പറഞ്ഞു. 3-1 എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല. ഒരു 200 ഒട്ടകം, 200 ആട്, 200 പശു ഒക്കെ തെളിച്ച് മാറ്റി നിർത്തി. ഇനിയും തരുമോ? ഇനിയും ചൊല്ലി, ഇനിയും എടുത്തോളൂ. പിന്നെയും ചൊല്ലി സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ബാക്കിയുള്ളതിൻ്റെ പകുതി പിന്നെയും തെളിച്ചു. ഇനിയും തരുമോ? ഇനിയും എടുത്തോളൂ, ചൊല്ലിക്കോളൂ, എടുത്തോളൂ. പിന്നെയും ചൊല്ലി ദിക്ർ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഇപ്പം എല്ലാ ആടും മാടും ഒട്ടകങ്ങളൊക്കെ ഒരു ഭാഗത്തായി. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? ആ ആടുമാട് ഒട്ടകങ്ങളെ പരിപാലിക്കാൻ, മേയ്ക്കാൻ ആളെ വേണ്ടേ? ഈ 12 നായകളെ കൊണ്ടുപോയിക്കോളൂ. ആ 12 നായകളെ മലക്കിങ്ങനെ നോക്കിയപ്പോൾ ആ 12 നായൻ്റെ ഈ കഴുത്തിൽ സ്വർണ്ണ ചെയിന
12 നായകളെയും കൊണ്ടുപോയിക്കോളൂ. ഇനി എന്താ തരാ? ഇനിയും നിങ്ങൾ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേലക്കാരനായി വരാം. അള്ളാഹുവിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നിങ്ങൾക്കൊരു അടിമയായി വേലക്കാരനായി വേണമെങ്കിൽ ഞാൻ വന്നേക്കാം. വിഷമൊന്നും കരുതേണ്ടതില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന മലക്കിനോട് അള്ളാഹു ചോദിച്ചു, എൻ്റെ ഖലീൽ എങ്ങനെയുണ്ട്? ആ മലക്ക് പറഞ്ഞു, നിഅമൽ ഖലീലു ഖലീലുക യാ അല്ലാഹ്, നിന്റെ ഖലീൽ വല്ലാത്തൊരു ഖലീലാണ്, എത്ര വലിയ ഉഷാറുള്ള ആളാണ്. ഞാൻ ചോദിച്ചതിന് മുഴുവനും മറുപടി അല്ലാഹുവേ നിന്റേതാണ്. നിന്നെ പറഞ്ഞപ്പോൾ എനിക്ക് എത്ര വലുതാ തന്നത്. ഇനിയും ഞാൻ ദിക്ർ ചൊല്ലിയാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എൻ്റെ കൂടെ ഖാദിമായി വരാമെന്നല്ലേ പറയുന്നത്. നിന്റെ ഒരു ചിന്ത മാത്രമേ നിന്റെ ഖലീലിനുള്ളൂ, ദുനിയാവിൻ്റെ മഹബ്ബത്തില്ല, താല്പര്യം തീരെയില്ല. താൽക്കാലിക സുഖത്തിന് നിന്റെ തൃപ്തിക്ക് വേണ്ടി പരിപാലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മലക്ക് ഇങ്ങനെ പോകാതെ അവിടെ നിന്നപ്പോ എന്താ നിങ്ങൾ പോകാത്തത്? മലക്ക് പറഞ്ഞു, ഞാൻ മലക്കാണ്, ഇതൊക്കെ കൂടി ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഈ ആടും മാടും ഒട്ടകൊണ്ടായിട്ട് എനിക്കാണെങ്കിൽ ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ടല്ലോ. ഞാൻ മലക്കല്ലേ, മലക്കാണ്, ഇതൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ തിരിച്ചെടുക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ അള്ളാന്റെ ഖലീലാണ്, തന്നത് തിരിച്ചു വാങ്ങുന്ന പ്രശ്നമല്ല, കൊണ്ടുപോയേ പറ്റുമോ? ഞാൻ അള്ളാഹുവിന്റെ ഖലീലാണ്, കൊടുത്തത് തിരിച്ചു വാങ്ങുന്ന പരിപാടി എന്നല്ല, കൊണ്ടുപോയേ പറ്റൂ. കൊണ്ടുപോകണം, അള്ളാഹ് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചപ്പോ മാഷാ അല്ലാഹ്, അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഉദ്ഘാടനത്തിന് ഇപ്പോഴാണ് ആളത്തിൽ ഇരിക്കി. അപ്പൊ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചെടുക്കൂല എന്ന് പറഞ്ഞപ്പോ മലക്ക് ചോദിച്ചു അള്ളാഹുവിനോട്, പടച്ച റബ്ബേ ഞാൻ എന്ത് ചെയ്യും? അള്ളാഹു തആല പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് തിരിച്ചെടുക്കൂല, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, അത് വിൽപ്പന നടത്തിയിട്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു പൊതുസ്ഥലം വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യണം. ആ പൊതുസ്ഥലമാണ് ഇന്ന് ഫലസ്തീനിലെ ജബൽ സൈത്തൂനിൽ ഉള്ള സ്ഥലം. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മഖ്ബറയുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറ ബീവി റളിയല്ലാഹു അൻഹയും യാക്കൂബ് നബി അലൈഹിസ്സലാമും യൂസുഫ് നബി അലൈഹിസ്സലാമും ഒക്കെ അന്തി ഉറങ്ങുന്നത് ജബൽ സൈത്തൂനിലാണ്. ആ സൈത്തൂൻ മല ഒന്നാകെ വാങ്ങി മലക്ക് മുസ്ലിങ്ങൾക്ക് പൊതുവായി വഖഫ് ചെയ്തു. ആ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് കിട്ടിയ വലിയൊരു ഉപകാരമാണത്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എത്രമാത്രം വലിയ അല്ലാഹു തആലാന്റെ ഖലീലാണ്. പക്ഷേ അവിടുത്തെ ഒരു ഇഖ്ലാസ് നോക്ക് നിങ്ങൾ. ഒരു വരി കല്ലിങ്ങനെ വെക്കുമ്പോഴേക്ക് ദുആർക്കും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മൾ അള്ളാഹുവിനോട് ദുആർക്കണം, പടച്ച റബ്ബ് നമ്മുടെ നോമ്പ് കബൂലാക്കി തരട്ടെ, നിസ്കാരങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, ഓരോ ഖൈറാത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും ഒരു ഉദ്ദേശക്കുറവ് വന്നാൽ സ്വീകരിക്കാത്ത രൂപത്തിലല്ലേ അമലുകളൊക്കെ ഉള്ളത്. ഒരു ചെറിയ ഉദ്ദേശക്കുറവ് വന്നാൽ തന്നെ സ്വീകരിക്കൂലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അമല് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ? കഷ്ടപ്പാടിൻ്റെ പേരിൽ മാത്രം അല്ലാഹു തആല സ്വീകരിക്കുകയാണെങ്കിൽ ലോകത്ത് സ്വീകരിക്കാൻ ഏറ്റവും വലിയ അമല് ഹിജ്റയാണ്. ഹിജ്റ, മക്കത്തുനിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ. അന്ന് റോഡുമില്ല, കടകളുമില്ല, കുന്നും മലകളും മാത്രമുള്ള ഇതൊക്കെ കയറി ഇറങ്ങിയിട്ട് മദീനയിലേക്ക് എത്തണം. മക്കത്തുനിന്ന് ശത്രുക്കളെയും ഒരു ഭാഗത്ത് ശ്രദ്ധിക്കണം. ചിലപ്പം നടന്നായിരിക്കും പോകേണ്ടി വരിക. ഇന്നുള്ള 400 കിലോമീറ്റർ മതിയാകൂല അന്ന് നടക്കുമ്പോൾ, അതിലും അധികം വേണ്ടി വരും. സാഹസികത നല്ലോണം ഉണ്ട്, പട്ടിണിയൊക്കെ അനുഭവിക്കേണ്ടി വരും. അങ്ങനൊക്കെ ചെയ്യുകയാണെങ്കിലും ഉദ്ദേശ്യം ഒന്ന് മാറിയാൽ ഹിജ്റ ശരിയാകൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കഷ്ടപ്പാടിൻ്റെ പേരിൽ കൂലിട്ടാണെങ്കിൽ അതിന് കിട്ടണം. അത്ര വലിയ സംഗതി എന്താ ഇസ്ലാമിലുള്ളത്? പക്ഷെ അപ്പോഴും അവരോട് പറഞ്ഞു, നിയ്യത്ത് നന്നാക്കണം. നിങ്ങൾ പോകുന്ന മദീന സമ്പത്തുണ്ടാക്കാൻ പറ്റിയ നല്ല കച്ചവട സാധ്യതയുള്ള സ്ഥലമാണ്. കച്ചവട ഹലാലല്ലേ, ഫർദ് കിഫായ അമലല്ലേ. പക്ഷെ ഇപ്പോകുന്ന പോക്കിൽ ലക്ഷ്യമാകരുത്.
നിങ്ങൾ പോകുന്ന കൂട്ടത്തിൽ നിക്കാഹ് നിശ്ചയിച്ചിരിക്കുന്ന കണ്ടുവച്ചിരിക്കുന്ന പെണ്ണുണ്ടാകും. കല്യാണം കഴിക്കൽ സുന്നത്തല്ലേ, നല്ല കാര്യമല്ലേ. ഈ പോകുന്ന ഹിജ്റയുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടാകാൻ പാടില്ല. ഒറ്റ ഉദ്ദേശ്യം മാത്രം, അൽ ഹിജ്റത്തു ഇലല്ലാഹി വറസൂലി. അതിൻ്റെ കൂടെ വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. അത്രയും കറക്റ്റ് ആകണം സംഗതി. ഇഖ്ലാസോടെ വരണമെങ്കിൽ അള്ളാഹു നമ്മുടെ നിയ്യത്ത് നന്നാക്കി തരട്ടെ. നിയ്യത്തുകൾ നന്നാകണം, അമലുകൾക്ക് സ്വീകാര്യത വർദ്ധിക്കാൻ. ഏത് അമലുകൾക്കും അങ്ങനെ തന്നെയാണ്, നിയ്യത്ത് വേണം സ്വീകാര്യത വർദ്ധിക്കാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആ കേൾക്കുമ്പോൾ പേടിയാണ്. മുഴുവനായും പടുക്കുമ്പോൾ ഓരോ വരിക്കും ദുആയിരുന്നു എന്നാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മേൽഭാഗത്തെ മേൽക്കൂര പൂർത്തിയായപ്പോഴുള്ള ദുആയാണ് സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒരു പേജോളം വരുന്ന ദുആയുണ്ട്. ആ ദുആ സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിന് വേണ്ടിയൊക്കെ ദുആയിരുന്നു. അത് മുഴുവനായും തീർന്നപ്പോൾ ഒരു വരി കഴിഞ്ഞാൽ ദുആർക്കും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഓരോ അമലിലും നമ്മളും ദുആർക്കണ്ടേ. അള്ളാഹു ഖബൂലാക്കി തരട്ടെ. നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിച്ചു തരട്ടെ. കുറ്റങ്ങൾ ഉണ്ടാകും, നമ്മൾ മഅസൂമീങ്ങളല്ല, മഹ്ഫൂമീങ്ങളല്ല. പക്ഷേ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദുആർക്കണം. പടച്ച റബ്ബിൻ്റെ റഹ്മത്ത് മാത്രമാണ് പ്രതീക്ഷ. എന്തില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തിൽ നന്നായി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു തആല കഴിയിക്കൂല, പടച്ച റബ്ബ് സ്വീകരിക്കും. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അമല് ചെയ്തവരാണ്. ആ അമലുകളൊക്കെ അള്ളാഹു തആല കബൂലാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. കുറ്റകൃത്യങ്ങൾ ചെയ്ത എത്ര ആളുകൾ അള്ളാഹു തആല സ്വീകരിച്ചു. ഓരോ വർഷവും തൗബക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന മജ്ലിസാണ്. അല്പനേരം കഴിഞ്ഞാൽ സയ്യിദവർകൾ എത്തിയിട്ട് നല്ല തൗബ നടക്കും. പക്ഷെ ഇന്ന് നടന്ന തൗബ നാളെ രാവിലെ ആകുമ്പോഴേക്ക് പൊളിയാൻ പാടില്ല. പൊളിഞ്ഞാൽ പോയി. ഇന്ന് രാത്രി തന്നെ പൊളിയാൻ പാടില്ല. തൗബ എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പാണ്, ഒരു കരാറാണ്. പൊളിഞ്ഞാലും പിന്നെയും അത് സ്വീകരിക്കുന്ന ആളാണ് യജമാനനായ റബ്ബ്. റബ്ബിൻ്റെ റഹ്മത്ത് എത്ര വലുതാണ്. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു, ഒരു പെണ്ണിനെ ഉദാഹരിച്ചുകൊണ്ട്, മുമ്പ് കാലത്തൊരു പൊട്ടത്തി പെണ്ണുണ്ടായിരുന്നു. വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകരുത്. ആ പെണ്ണ് ഒരുപാട് തുന്നിക്കൂട്ടി റെഡിയാക്കി, 1 മണിക്കൂർ അധ്വാനിച്ച് സൂചിയും നൂലൊക്കെ എടുത്ത് തുന്നി റെഡിയാക്കി ഭദ്രാക്കി, തുന്നി പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നൊരു ഭാഗത്തുനിന്ന് അങ്ങനെ കെട്ടയിക്കാൻ തുടങ്ങും. അങ്ങനെ തുന്നി ഭദ്രമാക്കിയത് ആ പെണ്ണ് ഇങ്ങനെ കെട്ടയിച്ച് പിന്നെയും തുന്നും. അതുപോലെ നിങ്ങളാകരുത്. കുറേ തൗബ ചെയ്യും, പിന്നെ ആ തൗബ പൊളിക്കും. പിന്നെയും തൗബ ചെയ്യും, പിന്നെയും തൗബ പൊളിക്കും. പിന്നെയും തൗബ ചെയ്യും, പിന്നെയും തൗബ പൊളിക്കും. തത്തഖിദൂന ഐമാനക്കും ദഖലം ബൈനക്കും. അങ്ങനെ നിങ്ങളുടെ സത്യങ്ങൾ ഇടകലർത്തിയിട്ട് പിന്നെയും ദോഷങ്ങളിലേക്ക്, പിന്നെയും കരാർ ചെയ്തത് പൊളിക്കുന്നതിലേക്ക് നിങ്ങൾ അങ്ങനെ മടങ്ങരുത്. ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തണം. ഈ രാത്രി അള്ളാഹു നമുക്കതിന് സഹായകമാക്കി തരട്ടെ. ഉറച്ച തീരുമാനം, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി നന്നായി ജീവിക്കും. ഫർളുകളൊന്നും ഒഴിവാക്കില്ല. എല്ലാ ഫർളുകളും എത്ര വലിയ ബിസിയാണെങ്കിലും, തിരക്കാണെങ്കിലും, ജോലിയാണെങ്കിലും, വിഷയമാണെങ്കിലും ഏറ്റെടുത്ത് ഞാൻ നിർവഹിക്കും. സുന്നത്തുകൾ പരമാവധി ചെയ്യും, ഹറാമുകൾ മുഴുവനായി കൈയൊഴിക്കും എന്ന് തീരുമാനമെടുത്ത് ബാക്കിയുള്ളതിന് സഹായം അള്ളാഹുവിനോട് ചോദിക്കണം. കരാറൊക്കെ പൊളിച്ചാലും പ്രതീക്ഷയുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ തന്നെയാണ്. മുമ്പ് കാലത്ത് അങ്ങനെ തൗബ ചെയ്ത് മടങ്ങി നന്നായി, പിന്നെയും പൊളിച്ച് അങ്ങനെ ഒരുപാട് പ്രാവശ്യം തൗബ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. മഹാന്മാരൊക്കെ പറഞ്ഞു, ഇനി അവരെ തൗബയൊന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും തൗബ ചെയ്ത് അത്രയും പൊളിച്ചിട്ടുമുണ്ട്. പൊളിക്കാൻ പാടില്ല. ഒരു ഉറച്ച തീരുമാനമാകണം നമ്മുടെ തൗബ. കഴിഞ്ഞൊല്ലും ചെയ്തില്ലേ തൗബ, അതിൻ്റെ മുമ്പത്തെ കൊല്ലം ചെയ്തില്ലേ തൗബ, ഒരു ഉറപ്പ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് മടങ്ങണം. പരീക്ഷണങ്ങൾ വരും, ഗഫലത്ത് കൊണ്ട്, മറതി കൊണ്ട്, അശ്രദ്ധ കൊണ്ട് പരീക്ഷണങ്ങൾ വരും. പക്ഷെ അതിൽ നിന്ന് രാജിയായി മടങ്ങണം. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായി. ആ ചെറുപ്പക്കാരൻ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നൊരു ചെറുപ്പക്കാരൻ. യുഖാലു ലഹുൽ അബ്ബാസ്. അബ്ബാസ് എന്ന പേരുള്ളൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു.
കുറ്റകൃത്യങ്ങൾ ധാരാളം ചെയ്ത് ജീവിക്കുന്ന ആളായി. ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നു. വലിയ ഭാഗ്യമുള്ള താബിഈയായ മഹാനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ശിക്ഷണം കിട്ടി വളരാൻ ഭാഗ്യം ലഭിച്ച മോനാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ചെറിയൊരു ഭാഗ്യമല്ലത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പെട്ടൊരു മഹദിയല്ലേ. ആ മഹദിയുടെ തെർബിയത്ത് കിട്ടിയിട്ട് വളരാൻ സാധിച്ചൊരു മോനാണ്. ഹസൻ ബസരി റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ അബ്ബാസ് എന്ന ചെറുപ്പക്കാരൻ, ഞാൻ തൗബ ചെയ്യാണ്, ഇനി ഞാൻ കുറ്റകൃത്യങ്ങളിലേക്കൊന്നും പോകൂല. അപ്പോൾ തൗബക്ക് വേണ്ടിയുള്ള ഷർത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നല്ല ഖേദത്തോടെ കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ മടങ്ങി. പക്ഷേ പിന്നെയും ആ തൗബ ചെയ്തത് പൊളിക്കും. അങ്ങനെ പൊളിച്ച് പൊളിച്ച് സുബ്ഹാനല്ലാഹ് 70 പ്രാവശ്യം തൗബ ചെയ്തു. അത് പൊളിച്ചു 70 പ്രാവശ്യം. അങ്ങനെ ഓരോ സമയത്തും വരും. ഒരു മാസം കഴിഞ്ഞ് വരും, ഞാൻ പിന്നെയും തെറ്റ് ചെയ്തു, എനിക്ക് തൗബ വേണം, പിന്നെയും ഇനി ഞാൻ മടങ്ങൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെയും ചെയ്തു പോയി. അങ്ങനെ 70 പ്രാവശ്യം അങ്ങനെ പൊളിച്ച് അവസാനം മരണത്തിൻ്റെ നേരമെത്തിയപ്പോൾ തൻ്റെ മാതാവിനെ വിളിച്ച് അബ്ബാസ് പറഞ്ഞു, നിങ്ങൾ ആ ഉസ്താദിൻ്റെ അടുത്തൊന്ന് ചെല്ലണം. ഹസനുൽ ബസരി റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണം, മരിക്കാൻ ഞാൻ കിടക്കുകയാണ്, എനിക്കൊന്നുകൂടി തൗബ ചെയ്യണം, അവസാനമായി ഒരു തൗബ ചെയ്യണം. ഇനി എനിക്ക് ജീവിതം പ്രതീക്ഷയില്ല, മരണത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു എനിക്ക് അവസാനം ഒരു സ്വീകാര്യത നൽകിയാലോ എന്ന നിലക്ക് സ്വന്തം മാതാവിനോട് പറഞ്ഞപ്പോൾ വൃദ്ധയായ ഉമ്മ ഹസനുൽ ബസരി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അന ഉമ്മുൽ അബ്ബാസ്, ഞാൻ അബ്ബാസിൻ്റെ മാതാവാണ്, എൻ്റെ മകൻ മരണാസന്നനായി കിടക്കുകയാണ്, നിങ്ങളെ മുന്നിൽ വെച്ച് തൗബ ചെയ്തു 70 പ്രാവശ്യം, അതേപോലെ തന്നെ തൗബ പൊളിച്ചു. ഓരോ പ്രാവശ്യവും ഇനി ഞാൻ തെറ്റിലേക്ക് മടങ്ങൂല എന്ന് കരാറ് ചെയ്തിരുന്നു. പിന്നെയും മടങ്ങി, പിന്നെയും തൗബ ചെയ്തു. ഇപ്പോൾ മരണാസന്നനായി കിടക്കുകയാണ്, എഴുന്നേറ്റ് വരാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഉസ്താദേ, നിങ്ങൾ എൻ്റെ മകന് അവസാനമായി ഒന്ന് തൗബ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ മോന് രക്ഷപ്പെടുമല്ലോ. അബ്ബാസിനെ പറ്റി പറഞ്ഞപ്പോ ഉമ്മയോട് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ഹബി, നിങ്ങൾ പൊയ്ക്കോളൂ ഉമ്മ, ഫലാ ഹാജത ലീ ഫീ മൻ യതൂബു വയൻകുസു, തൗബ ചെയ്യുന്നു പിന്നത് പൊളിക്കുന്നു, അങ്ങനെ ഒരാളെ തൗബ എനിക്ക് ആവശ്യമില്ല. 70 പ്രാവശ്യം നിങ്ങളെ മകന് ഞാൻ തൗബക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, എൻ്റെ മുന്നിൽ വന്ന് കരാറ് ചെയ്തു, ഓരോ പ്രാവശ്യവും ഇനി ചെയ്യില്ലെന്ന് ആവർത്തിച്ചു, എന്നിട്ട് പിന്നെയും അത് പൊളിച്ചില്ലേ, ഇനി നിങ്ങളെ മകന് തൗബ ചെയ്ത് കൊടുക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ തൗബ ചെയ്തു കൊടുക്കാൻ വേണ്ടി വരുന്നില്ല എന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉമ്മ സങ്കടത്തോടെ മടങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, അബ്ബാസേ, നിനക്ക് നഷ്ടമാണ്. ആ ഷെയ്ഖ് ഹസനുൽ ബസരി തങ്ങൾ വരാൻ വിസമ്മതിച്ചിട്ടുണ്ട്. നീ തൗബ ചെയ്തിട്ട് ഓരോ സമയത്തും പൊളിച്ചത് കൊണ്ട് നിന്റെ അടുത്തേക്ക് വരാൻ ഹസനുൽ ബസരി വിസമ്മതിച്ചു. നിന്നെ കാണണ്ട എന്ന് പറഞ്ഞു, ഇനി തൗബ ചെയ്യാൻ വേണ്ടി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അബ്ബാസ് എന്നവര് പറഞ്ഞു, ഉമ്മാ, ഇനി എനിക്ക് അള്ളാഹുവിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളത്. പടച്ച റബ്ബ് എന്നെ കനിഞ്ഞാലല്ലാതെ എനിക്ക് ഭൂമി ലോകത്ത് രക്ഷയില്ല. മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് പറഞ്ഞു, അള്ളാഹുവേ, ആര് എൻ്റെ ബന്ധം മുറിച്ചാലും നീ എന്നെ ബന്ധം മുറിക്കരുത് അല്ലാ. മോശത്തരങ്ങൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. 70 പ്രാവശ്യം തൗബ ചെയ്തിട്ട് ഞാൻ ആ തൗബയൊക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെയും കുറ്റകൃത്യങ്ങളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമാണ്. അല്ലാഹുവേ, അതുകൊണ്ട് ആരും എന്നെ കയ്യൊഴിഞ്ഞാലും നിന്റെ ഒരു പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത്. നിന്റെ പ്രതീക്ഷ നീ മുറിക്കരുതേ അല്ലാ. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാലെടുത്ത് വെച്ച് എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ വെക്കണം. എന്നിട്ട് എൻ്റെ പെരടിയിൽ ഒരു കയറ് കെട്ടി വലിക്കണം. അങ്ങാടിയിലൂടെ എന്നെ വലിച്ചിയച്ചു കൊണ്ടുപോകണം. മരിച്ച മൃതശരീരമാകുന്ന എന്നെ വലിച്ചു കൊണ്ടുപോകുമ്പോ നിങ്ങൾ പറഞ്ഞേക്കണം, ഹാദാ ജസാഉ മൻ അസല്ലാ
അള്ളാഹുവിന് എതിര് ചെയ്ത മനുഷ്യന് അവസാനം കൊടുക്കാനുള്ള പ്രതികാരം ഇങ്ങനെയാണ്. ഉമ്മാനോട് പറഞ്ഞത് 3 കാര്യമാണ്. ഒന്ന്, നിങ്ങളെ കാലെടുത്തിട്ട് എൻ്റെ മുഖത്തിൻ്റെ ഭാഗത്ത്, നെറ്റിയുടെ ഭാഗത്ത് വെച്ച് ചവിട്ടി വെച്ച്. രണ്ടാമതൊരു കയറെടുത്തിട്ട് എൻ്റെ പെരടിയിൽ കെട്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന അങ്ങാടികളിലൂടെ എന്നെ വലിച്ചു വെച്ച് കൊണ്ടുപോയിട്ട് നിങ്ങൾ പറയണം, ഒരുപാട് തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് എൻ്റെ മോൻ. എൻ്റെ മോൻ അവസാനം കൊടുക്കാനുള്ള ശിക്ഷ എങ്ങനെയാണ്, നിങ്ങളെ മുന്നിലൂടെ എങ്ങനെ വലിച്ചു വെക്കുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞേക്കണം. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്നെങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്നൊരു വാർത്ത ഹസൻ ബസരി റളിയല്ലാഹു അൻഹു എങ്ങാനും അറിഞ്ഞു വന്നിട്ട് ഒന്ന് ദുആ ചെയ്തിട്ട് അല്ലാഹു തആല സ്വീകരിച്ച് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ, അതിനിങ്ങനെ ചെയ്യണം. അതാണ് അബ്ബാസ് ഉമ്മാനോട് അങ്ങനെ പറയാൻ കാരണം. എന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ പോയി പറയും, നിങ്ങളെ മുന്നിൽ വന്ന് ഒരുപാട് പ്രാവശ്യം ചോബ് ചെയ്ത മനുഷ്യൻ മരിച്ചു. ആ മരിച്ച മനുഷ്യനെ ഉമ്മ കയറ് കഴുത്തിൽ കെട്ടിയിട്ട് നെറ്റിയിൽ കാലെടുത്ത് വെച്ച് ചവിട്ടി വെച്ച് അങ്ങാടിയിലൂടെ വലിച്ചു വെച്ച് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് സ്നേഹം തോന്നിയിട്ട്, ദയ തോന്നിയിട്ട്, അവസാനെങ്കിലും ഒന്ന് ദ്വാരുന്നിട്ട് അല്ലാഹു തആല എനിക്ക് കനിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ ഉമ്മ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം. നമ്മളൊരു കാര്യം ആലോചിക്കണം, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് വലുത്. ആ റഹ്മത്ത് അല്ലാഹു തആല നമുക്ക് കനിഞ്ഞ് നൽകുമാറാകട്ടെ. ഈ രാത്രിയിലും മറ്റു എല്ലാ രാവുകളിലും അള്ളാഹു നൽകുമാറാകട്ടെ. അതിന് പറ്റുന്ന മനസ്ഥിതിയോടെ നമ്മൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തണം. ദുആ ചെയ്യുന്ന സമയത്തും ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സമയത്തും ദോഷങ്ങൾ എണ്ണി പറയുമ്പോഴും അവനവൻ്റെ ദോഷങ്ങളാണ് എണ്ണേണ്ടത്. ആരാൻ്റെ ദോഷങ്ങളിലേക്ക് ആരും നോക്കണ്ട. നമ്മളത് ഏൽപ്പിച്ചിട്ടില്ല. അവനാൻ്റെ ദോഷങ്ങൾ, ആരും അറിയാത്ത ദോഷങ്ങളില്ലേ, ഉണ്ട്. പക്ഷെ അതൊക്കെ പേജിൽ എഴുതിപ്പോയിട്ടുണ്ട്, മലക്കുകൾ എഴുതിപ്പോയിട്ടുണ്ട്, സ്വകാര്യതകളൊക്കെ എഴുതിപ്പോയിട്ടുണ്ട്. അത് പരസ്യമാകാതെ മാപ്പായി കിട്ടണം. കിതാബുകളിൽ നിന്ന് മായ്ക്കപ്പെട്ട രീതിയിൽ രക്ഷപ്പെട്ട് കിട്ടണം. അതിനാകണം നമ്മുടെ മനസ്സൊരുക്കിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് കീഴുന്നത്. പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഏടുകളിൽ നിന്ന് മായ്ക്കപ്പെടുന്ന രീതിയിലുള്ള മഗ്ഫിറത്ത്, അഫ്വ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് അഫ്വ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവാണ് അഫ്വ് ചെയ്യുന്നവൻ, പടച്ച റബ്ബാണ് അഫ്വ് ചെയ്യുന്നവൻ. ഇതൊക്കെ അതിലേക്കുള്ള വസീലകളാണ്. നമ്മൾ ചോദിക്കുന്നതും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതും നിസ്കരിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഒക്കെ അതിലേക്കുള്ള മാർഗങ്ങളാണ്. അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രം അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അബ്ബാസ് എന്ന് പറയുന്ന ആ മകൻ മരിച്ചിട്ട് സഹോദരങ്ങളെ, മകൻ പറഞ്ഞതുപോലെ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കനിവ് കിട്ടാൻ വേണ്ടി ഉമ്മ ആദ്യം പറഞ്ഞത് നെറ്റിയിലേക്ക് കാലെടുത്ത് വെക്കണം എന്നല്ലേ. ആ ഉമ്മ നെറ്റിയിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി കാലിങ്ങനെ പൊക്കുന്ന നേരത്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം മുടങ്ങി. ഉമ്മ പേടിച്ച് വിറച്ചുപോയി. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് ശബ്ദം മുടങ്ങിയത്? ലാ തളഈ ഖദമകി മൗളി അസ്സുജൂദ്, നിങ്ങളെ കാൽപാദം സുജൂദിൽ നെറ്റിവെച്ച സ്ഥലമാണത്. സുജൂദ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടിമ നിലത്ത് വെച്ച സ്ഥലമാണ് നെറ്റി. എനിക്ക് വേണ്ടിയല്ലേ സുജൂദ് ചെയ്തത്. ആ സുജൂദിൻ്റെ സ്ഥലത്ത് നിങ്ങൾ കാല് വെക്കരുത്. സുജൂദ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ സഹോദരങ്ങളെ ഏറ്റവും ഭംഗിയുള്ള ശരീരത്തിലെ മുഖഭാഗം, നെറ്റിയല്ലേ സുജൂദിൽ വെക്കുന്നത്. ആ പ്രധാനപ്പെട്ട സ്ഥലത്തല്ലേ കാല് വെക്കുന്നത്. കാല് വെക്കരുത് സുജൂദിൻ്റെ സ്ഥലത്ത് എന്നൊരു നിർദ്ദേശം കിട്ടി. എന്നിട്ട് ഉമ്മാനോടൊരു വിളിയാളം പറയുന്നു, വഅലമീ അന്നല്ലാഹ സുബ്ഹാനഹു വതആല ഖദ് ഗഫറ ലഹു വഅതഖഹു മിനന്നാർ. അവസാനം അല്ലാഹുവിനെ മാത്രം പ്രതീക്ഷിച്ച് ആര് എൻ്റെ പ്രതീക്ഷ കൈവിടിഞ്ഞാലും നിന്റെ ബന്ധം എനിക്ക് നീ മുറിക്കരുതേ എന്ന് നിങ്ങളെ മകൻ ചോദിച്ചില്ലേ, അല്ലാഹു അത് സ്വീകരിച്ചിട്ടുണ്ട്, മാപ്പാക്കി കൊടുത്തിട്ടുണ്ട്, നരകത്തിൽ നിന്ന് മോചനം കൊടുത്തിട്ടുണ്ട്. ഉമ്മ ആ മകനെ ആളുകൾക്ക് വിട്ടുകൊടുത്തു. അവര് നേരെ ജനാസ നിസ്കരിച്ച് അതാ കൊണ്ടുപോയി ഖബറടക്കി. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, അതേ മഹാനവർകൾ ഇതിന് ശേഷം മഹാനവർകൾക്കൊരു സ്വപ്ന ദർശനമുണ്ടായി.
ആ സ്വപ്ന ദർശനത്തിൽ ഒരാൾ വന്നിട്ട് ഹസനുൽ ബസരി തങ്ങളോട് പറയുന്നു, യാ ഹസനു മാ ഹമലക അൻ തഖ്നല അൻ തുഖന്നിത അബ്ദി മിർ റഹ്മതി. എന്തിനാണ് എൻ്റെ റഹ്മത്തിൽ നിന്ന് എൻ്റെ അടിമയെ നിങ്ങൾ നിരാശപ്പെടുത്തിയത്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ പൊരുത്തപ്പെട്ട് കൊടുക്കൂല, മാപ്പാക്കി കൊടുക്കൂല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹിന്റെ റഹ്മത്ത് വിശാലമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇനിമേലാൽ ആരെങ്കിലും തെറ്റുകാരനായി വന്നിട്ട് അവരെ പ്രതീക്ഷ അസ്തമിപ്പിച്ച് നിങ്ങൾ വിട്ടാൽ നിങ്ങളിൽ നിന്നുള്ള ഇൽമ് അള്ളാഹു ഊരിയെടുക്കും. അത് നന്നായി ശ്രദ്ധിക്കണം എന്നൊരു വാണിങ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഉമ്മാനെ സന്ദർശിച്ച് അവസാനം ഉണ്ടായ രംഗങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഉമ്മ പറഞ്ഞു, സുജൂദിന്റെ സ്ഥലത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്ക് എനിക്ക് നിർദ്ദേശം കിട്ടി, സുജൂദ് ചെയ്ത സ്ഥലത്ത് നിങ്ങൾ കാല് വെക്കരുത്, പവിത്രധന്യമായ സ്ഥലമാണ്. ആഖിറത്തിൽ വരുമ്പോ പ്രകാശിക്കുന്ന സ്ഥലങ്ങളല്ലേ സുജൂദിന്റെ സ്ഥലങ്ങൾ, വുളൂഇന്റെ സ്ഥലങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിയ ബഹുമാനമുള്ള സ്ഥലമാണ്. ആരുടെ മുന്നിലും സുജൂദിന് നമുക്ക് അർഹതയില്ലല്ലോ, അള്ളാഹുവിനല്ലാതെ ഒരൊറ്റ സിട്ടിക്കും സുജൂദ് പാടില്ലല്ലോ. വലിയ ബഹുമാനം അള്ളാഹു നൽകിയ നേതാവല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോലും സുജൂദ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് വന്ന ആളോട് സുജൂദ് അള്ളാഹുവിന് മാത്രമാണ്. ഭൂമിയിൽ ഒരു അടിമ മറ്റൊരു അടിമക്ക് സുജൂദ് ചെയ്യേണ്ട വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, സുജൂദ് ചെയ്യാൻ ഞാൻ ആദ്യമായി കൽപ്പിക്കുന്നത് ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാനായിരിക്കും. അത്രയും വലിയ കടപ്പാടാണ് ആ ജീവിതത്തിലുള്ളത്, വലിയ ബാധ്യതകളാണ് ആ ജീവിതത്തിലുള്ളത്. പക്ഷേ ഭാര്യക്കും ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറ്റൂല, ഭർത്താവ് ഭാര്യക്കും സുജൂദ് ചെയ്യാൻ പറ്റൂല, ഒരൊറ്റ നബിക്കും ഒരൊറ്റ വലിയനും സുജൂദ് ചെയ്യാൻ പറ്റൂല. സുജൂദ് അള്ളാഹുവിന് മാത്രമുള്ള അമലാണ്. ആ അമല് വേറെ ഒരാൾക്കും നിർവഹിക്കാൻ പാടില്ല. സുജൂദിന്റെ സ്ഥാനത്തിന് കിട്ടിയ ബഹുമാനം എത്ര വലുതാണ്. പ്രതീക്ഷയോടുകൂടെ നമ്മൾ അമല് ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാകണം. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ, ദുആഇന് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. ഓ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. പടച്ച റബ്ബ് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചാൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു. അമലായി പറയാൻ, അവകാശമായി പറയാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അമലായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് എണ്ണുകയാണെങ്കിൽ അല്ലാഹു തആല ചെയ്ത ഒറ്റ നിയമത്തിന് അത് പകരമാകൂല. ഒറ്റ അനുഗ്രഹത്തിന് നമ്മൾ ആകെ കൂടി ചെയ്തു കൂട്ടിയ കോടിക്കണക്കിന് അമലുണ്ട് എന്ന് കൂട്ടിക്കോളും, പകരമാകൂല. അതുകൊണ്ട് അമലൊന്നും ചെയ്യണ്ടെന്നല്ല, അമലൊക്കെ ചെയ്യണം നല്ല പ്രതീക്ഷയോടുകൂടെ. ആ അമല് അള്ളാഹുവിൻ്റെ റഹ്മത്തിനൊരു കാരണമാണ്. സുജൂദ് ചെയ്ത ആ വ്യക്തിയുടെ സുജൂദല്ലേ അവസാനമായി അല്ലാഹു തആല പരിഗണിച്ചത്. ദോഷങ്ങളൊക്കെ ഒരുപാടുണ്ട്, തെറ്റുകുറ്റങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോഴും സുജൂദിന് വലിയ ബഹുമാനമുണ്ടല്ലോ. അള്ളാഹുവിന് വേണ്ടി ചെയ്തതല്ലേ ആ സുജൂദ്. അതുകൊണ്ടല്ലേ സ്വന്തം ഉമ്മ കാലെടുത്ത് വെച്ചപ്പോൾ പോലും അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയത്, സുജൂദിൻ്റെ സ്ഥലത്ത് ചവിട്ടരുത്. അത് വലിയ ബഹുമാനമുള്ള സ്ഥലമാണ്, അത് വലിയ സ്ഥാനമുള്ള സ്ഥലമാണ്, ചെറിയ സ്ഥലമല്ല. നെറ്റിക്ക് വലിയ ബഹുമാനമുള്ള സ്ഥലമാണ്. മുഖത്തിന് വലിയ ബഹുമാനം കിട്ടിയത് സുജൂദ് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് കനിഞ്ഞ് ഏകുമാറാകട്ടെ. അതിന് അള്ളാഹുവിനോട് നമ്മൾ തേടണം. പടച്ച റബ്ബിൻ്റെ റഹ്മത്തിൽ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. മുത്തഖീങ്ങൾക്ക് മാത്രം അല്ലാഹു തആല റഹ്മത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ റഹ്മത്തിന് വേണ്ടി അർഹരായി തീരുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിലുള്ള റഹ്മത്ത് എല്ലാവർക്കുമാണ്, എല്ലാവർക്കും വിശാലാണ്. വിശാലമായി അല്ലാഹു തആല കൊടുക്കുകയും ചെയ്യും. പക്ഷേ ആ റഹ്മത്ത് ഒന്ന് ചുരുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. ആ റഹ്മത്ത് മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ നിശ്ചയിച്ചു വെക്കും പരലോകത്ത്. ആ റഹ്മത്ത് തന്നെ എത്ര വലുതാണ്. 100 അല്ലാഹു തആലാന്റെ റഹ്മത്തിനെ ഭാഗിച്ച് അതിൽ നിന്ന് ഒരൊറ്റ റഹ്മത്ത് മാത്രമേ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയിട്ടുള്ളൂ. ആ ഒരു റഹ്മത്തിൻ്റെ പേരിലാണ്
ജീവികൾ അവയുടെ കുഞ്ഞുങ്ങളോട് ദയ കാണിക്കുന്നത്. വലിയ വലിയ ആന പോകുമ്പോഴും ആനൻ്റെ ഇടയിലൂടെ നടക്കുന്ന ആനക്കുട്ടിയെ ഒന്ന് ചവിട്ടാതെ കാലൊക്കൊന്ന് എടുത്തു മാറ്റി പോകുന്നത് ആ റഹ്മത്തിൻ്റെ പേരിലാണ്. കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെ, കുട്ടികളെ, കോഴിക്കുഞ്ഞുങ്ങളെ മറ്റു ജീവികൾ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ കൂട്ടിലേക്ക് തള്ളക്കോഴി ഒളിപ്പിക്കുന്നത് ആ റഹ്മത്തിൻ്റെ പേരിലാണ്. മുലയൂട്ടാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിശാലമാക്കി നിന്നു കൊടുക്കുന്നത് മൃഗങ്ങളൊക്കെ ഈ റഹ്മത്തിൻ്റെ പേരിലാണ്. അന്യോന്യം മനുഷ്യന്മാർ റഹ്മത്ത് കാണിക്കുന്നത് ആ ഒരു റഹ്മത്തിൻ്റെ പേരിലാണ്. ആ റഹ്മത്തിൽ നിന്നുള്ള വലിയ റഹ്മത്താണ് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി 99 അല്ലാഹു തആല സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പരലോകത്തേക്ക് വേണ്ടി. പരലോകത്തെ റഹ്മത്ത് വിശാലമായ റഹ്മത്താണ്. പക്ഷെ അത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. എല്ലാവർക്കും ഇല്ല. എല്ലാവരും ആഗ്രഹിക്കും, എല്ലാവരും ചോദിക്കും, കേണപേക്ഷിച്ചും ആർത്ത് വിളിച്ച് പറയും, ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് മുത്തഖീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ആ റഹ്മത്തിൽ നല്ല പ്രതീക്ഷ വെച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ റഹ്മത്ത് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കണം. ഓരോ രാത്രിയിലും പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് കേഴണം, അപേക്ഷിക്കണം. പടച്ച റബ്ബിനോട് നമ്മൾ ധാരാളം ചോദിക്കുന്നുണ്ടെന്നല്ലായിരുന്നു, ചോദിച്ചതായിട്ടില്ല. എന്താ നമ്മൾ ചോദിച്ചത്? എത്ര കട്ടിയിലും കനത്തിലും എന്താ നമ്മൾ ചോദിച്ചത്? ചോദിക്കണം, മനസ്സറിഞ്ഞ് ചോദിക്കണം, ഇഖ്ലാസോടുകൂടെ ചോദിക്കണം, ആത്മാർത്ഥമായി ചോദിക്കണം, ചോദിക്കേണ്ട നേരം ഉപയോഗപ്പെടുത്തി ചോദിക്കണം. അള്ളാഹു നമ്മുടെ തേട്ടങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ദുആകൾ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. 23-ാമത്തെ രാവിൻ്റെ ഈ സദസ്സ് നമുക്ക് വെറുതെയാകാൻ പാടില്ല. നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കണം. ദുനിയാവിൽ ശേഷിക്കുന്ന കാലത്തേക്ക് വലിയ മാർഗമായി മാറണം. പങ്കെടുക്കുന്ന ഓരോ മജ്‌ലിസും അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അർഹമുർ-റാഹിമീനായ റബ്ബിൻ്റെ ഒരു കാരുണ്യം, അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള വകുപ്പാക്കി പടച്ച റബ്ബ് ഇത്തരത്തിലുള്ള മജ്‌ലിസുകളെയും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് മാർഗമാക്കണം. വെറുതെയായി കാണാൻ പാടില്ല ഈ സദസ്സൊക്കെ. ഒരുമിച്ചുകൂടി പിരിഞ്ഞുപോയി കുറേ നേരം ഒരുമിച്ചുകൂടി എന്ന് മാത്രമാകാൻ പാടില്ല. നമുക്ക് ലാഭാകണം, പരലോകത്തെത്തുമ്പോൾ ലാഭാകണം, മരിക്കുന്ന നേരത്ത് ലാഭമാകണം, ഓരോ സമയത്തും ഉപകാരപ്രദമാകണം. വിശുദ്ധ റമദാനിലെ ഓരോ അമലുകളും ആ രൂപത്തിൽ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. റമദാനിൻ്റെ മഹത്വം, ഏറ്റവും വലിയ മഹത്വം കിടക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദറിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഖുർആനിൻ്റെ അവതരണമാണ്. നമ്മുടെ ടച്ച് റമദാനിൻ്റെ ശേഷവും വർദ്ധിക്കേണ്ടത് ഖുർആനുമായിട്ടാണ്. റമദാൻ ഇപ്പോൾ 10-23-ാമത്തെ രാവാണ്. ഒരു ഖത്മും കൂടി തീരാത്ത ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഒന്ന് പരിശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ കസിൽ ഒക്കെ എടുത്തൊന്ന് പുറത്തേക്ക് ഏതെങ്കിലും കുഴിയിലേക്ക് കുഴിച്ചിട്ടിട്ട് നമ്മളൊന്ന് ഖുർആൻ ഖത്മു തീർക്കണം. ഓത്ത് നേർക്ക് നേരെ അറിയാത്ത ആളുകൾ ഓത്ത് പഠിക്കണം. ദുനിയാവിൽ 60 കൊല്ലം ജീവിച്ചിട്ട് എൻ്റെ ഖുർആനൊന്നും ഓതാൻ നീ പഠിച്ചില്ലെങ്കിൽ പിന്നെ നീ എന്താ പഠിച്ചത്? നീ ജോലി നീ പഠിച്ചു, അതിന് കഴിവ് ഞാനല്ലേ തന്നത്. സമ്പാദിക്കാൻ നീ പഠിച്ചു, കഴിവ് ഞാനല്ലേ തന്നത്. മക്കളെ പോറ്റാൻ പഠിച്ചു, നിനക്ക് ഓരോന്നും ആർജിച്ചെടുക്കാനുള്ള കഴിവൊക്കെ തന്നില്ലേ. തെറ്റുകൂടാതെ ഒന്ന് ഖുർആൻ ഓതാനുള്ള കഴിവ് ഒന്ന് പഠിച്ചൂടെ? അവിടെ നമ്മൾ കുറച്ച് വേക്കോട്ട്. ഉസ്താദെ ഇനി അതിനാകൂല, വയസ്സും പ്രായക്കായി. 60-70 വയസ്സുള്ള ആൾക്കാർ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. പഠിക്കുന്ന കേന്ദ്രങ്ങൾ വരെ ഉണ്ട്. നമ്മളോട് അല്ലാഹു തആല ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ട് കാര്യം ഉണ്ടാകൂല. വേണ്ടേ സഹോദരങ്ങളെ? നിങ്ങൾ മലയാളത്തിലും സംസാരിക്കും, തമിഴിലും സംസാരിക്കും, ഇംഗ്ലീഷിലും സംസാരിക്കും, ഉറുദുവിലും സംസാരിക്കും. തെറ്റുകൂടാതെ ഒരു 17 മഖ്റജ് മാത്രം ഒന്ന് പഠിച്ചിട്ട് ഖുർആൻ ഓതാൻ കഴിവില്ലെങ്കിൽ വലിയൊരു നഷ്ടല്ലേ അത്? ആകെ മഖ്റജ് 17 ഉള്ളൂ. അതിനാണ് ഈ പല്ലും ഈ നാവൊക്കെ ഇങ്ങനെ ക്രോഡീകരിച്ച് തന്നത്. അപ്പം ഖുർആൻ്റെ ആ ഒരു ടച്ച് നമ്മൾ കൂടുതലാക്കണം. ഖുർആനിൻ്റെ ഓതാൻ കഴിയാത്ത ആളുകളോട് പറയട്ടെ, നോക്കിയിട്ട് ഖത്മു തീർക്കണം. ഓത്ത് കേട്ടിട്ട് ഖത്മു തീർക്കണം. സൗകര്യം ഉണ്ടല്ലോ, ഓത്ത് പഠിക്കണം. വലിയൊരു കഴിവാണത്, ഓത്ത് പഠിക്കണം. മക്കളെ കൊണ്ട് നിങ്ങൾ നിർവഹിക്കുന്ന കഴിവുകളിൽ ഏറ്റവും വലിയ കഴിവ്
അവർ ഖുർആൻ ഓതാൻ കഴിവുള്ളവരാകലാണ്. ഇതാണ്. എൻ്റെ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയും, അറിഞ്ഞോട്ടെ, മംഗ്ലീഷും അറിയും, അതൊക്കെ അറിയും, നല്ലതാ. ഖുർആൻ ഓതാ അറിയോ? ഉൽഹുല്ലാതൊക്കെ ഓതാ അറിയും, പോരാ. മിന്നവ്വലി ഇല ആഖിരി തെറ്റുകൂടാതെ ഓതാൻ അറിയണം. അങ്ങനെയാണോ മക്കളെ വളർത്തുന്നത്? അത് വലിയ കഴിവാണ്. അത് ബാപ്പയുടെ ഉമ്മമാരുടെ വലിയ ബാധ്യതയാണ്. പഠിപ്പിക്കാനെല്ലാം പഠിപ്പിക്കണം, ശരിയാണ്. പക്ഷേ ഇതം പ്രഥമമായി പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം കുറവ് വരരുത്. അതുകൊണ്ടാണ് ഓതാൻ പറയാൻ പലർക്കും മടി. ബാപ്പാർക്ക് ഓതാൻ പറയാൻ മടി. എന്താ? ബാപ്പ ഓതല്ല, ബാപ്പാക്ക് ഓതാൻ അറിയില്ല, പിന്നെ എങ്ങനെ ഓതാൻ പറയുന്നു? ഉമ്മാക്ക് ഓതാൻ അറിയില്ല, പിന്നെ എങ്ങനെ ഉമ്മ ഓതാൻ പറയുന്നു? ഉമ്മയും ബാപ്പയൊക്കെ ഓത്ത് പഠിക്കണം, ഓതണം. കേട്ട് പഠിക്കാനും മഖ്റജ് പഠിക്കാനൊക്കെ ഉപകരണങ്ങൾ മതി. ഒരു ഉസ്താദിൻ്റെ മുന്നിൽ പോയി തപസ്സിൽ നിങ്ങൾ ഇടങ്ങേറാകണ്ട, ക്ലാസ്സുകൾ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ നല്ല സ്വബറോടെ ഇരുന്ന് കേട്ടിട്ട് ഇരുന്നിട്ട് ഇങ്ങോട്ട് ഓതിയിട്ട് ഇങ്ങോട്ട് ശീലാക്കുക. ഒരു റൂമിലൊന്ന് അടച്ചിട്ട് അരമണിക്കൂറൊന്ന് മഖ്റജ് ക്ലിയർ ആക്കിയാൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നാവും പല്ലൊക്കെ നോക്കിയിട്ട് കാണിച്ചു തരുന്ന ഓത്തുകളുണ്ട്, ശീലാക്കുക. എന്നിട്ട് തെറ്റുകൂടാതെ ഓതി പഠിച്ചൂടെ? പഠിക്കണം. ആ കഴിവ് നമ്മൾ ആർജിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് കഴിവാണുള്ളത്? നമ്മൾ ആർജിക്കണം. ഞാൻ വെറുമ്പാക്ക് പറയല്ല, ഖുർആനാണ് വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ മഹത്വം, അല്ലേ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താ? റമദാൻ്റെ മഹത്വം ഖുർആൻ അവതരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതാണ് അല്ലാഹു തആല പറയുന്നതും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വവും ഖുർആനിൻ്റെ അവതരണമാണ്, അത് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധം അത് കൂടുതലാക്കി, ഖുർആനുമായുള്ള പാരായണം അത് കൂടുതലാക്കി, മക്കളെ ഖുർആനോത്ത് നന്നായി ബാപ്പമാരും ഉമ്മമാരും പഠിപ്പിച്ചാൽ അവർക്ക് ഏറ്റവും വലിയ ബഹുമാനം അള്ളാഹു നൽകുന്നത് പരലോകത്ത് വെച്ചാണ്. അംബിയാഇൻ്റെയും ഔലിയാഇൻ്റെയും ശുഹദായിൻ്റെയും ഒക്കെ മുന്നിൽ വെച്ച് അവിടെ ഒരു കിരീടം ധരിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റുവാങ്ങാൻ ഓരോ ഉപ്പമാരും ഉമ്മമാരും അർഹരാകണം. നന്നായി ഓത്ത് പഠിപ്പിക്കണം മക്കളെ. അൽബസല്ലാഹു വാലിദൈഹി താജൻ യൗമൽ ഖിയാമ. മക്കളെ ഓത്ത് പഠിപ്പിച്ച വാപ്പക്ക് ഉമ്മക്ക് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കിരീടം ധരിപ്പിക്കും. അത് ഒരു വർഷത്തേക്കുള്ള കിരീടമല്ല, അത് വലിയൊരു അംഗീകാരമാണ്. സ്വർഗലോകത്ത് തിളക്കമാർന്ന രീതിയിൽ സന്തോഷത്തോടെ തിളങ്ങുന്നൊരു കിരീടാണത്. അത് ദുനിയാവിലെവിടെങ്കിലും ഒന്ന് വില പറയാൻ പറ്റിയ കിരീടമല്ല, അമൂല്യമായ കിരീടം. ആ ബഹുമാനം വലിയ വലിയ മഹാന്മാർക്കിടയിൽ വെച്ചുള്ള ബഹുമാനാണ്. ലോകത്ത് നമ്മൾ ഇതുവരെ കാണാത്തത്രയും മഹാന്മാർക്കിടയിൽ വെച്ച് അത് വാങ്ങണം. അതിന് ഖുർആനുമായി ബന്ധം കൂടുതലായി സ്ഥാപിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മർഹബ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ. ഇരിക്കി എല്ലാവരും ഇരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നസീഹത്തും ദുആഉം ദിക്റും തൗബയും ഒക്കെ നടക്കുകയാണ്. അൽഹംദുലില്ലാ. നമ്മുടെ ഈ മഹത്തായ ഖാദിരിയ സ്ഥാപനം ഒരുപാട് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഒരുപാട് വിഷയങ്ങളിൽ നല്ല കഴിവുറ്റ പ്രതിഭകളെ വാർത്തെടുക്കുന്ന, വലിയ അധ്വാനം അതിനുവേണ്ടി നീക്കിവെക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ അള്ളാഹു ഉത്തരോത്തരം ഉയർത്തി തെരുമാറാകട്ടെ. മക്കളെ പഠിപ്പിക്കാൻ ബാപ്പമാർക്ക് ഉമ്മമാർക്ക് ഒരു കഴിവും ഒരു സൗകര്യം ഉണ്ടായില്ല എന്ന് പരിസരത്തുള്ള ആരും പരലോകത്ത് വെച്ച് പറയരുത്. അതിന് നല്ല ഒരു സ്ഥാപനമാണ് ഇവിടെ വളർന്നു വന്നിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് എല്ലാ അർത്ഥത്തിലും പഠിച്ച് വളരാൻ, കഴിവുറ്റവരാകാൻ, ദീനും ദുനിയാവും ഒക്കെ പഠിച്ച് നല്ല ആളുകളായി പ്രഗത്ഭരായി മാറാൻ ഈ സ്ഥാപനത്തിൽ സൗകര്യമുണ്ട്, സംവിധാനമുണ്ട്. ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വലിയ ദൗത്യമാണ് ഈ സ്ഥാപനം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു 23-ാം രാവിൻ്റെ മജ്‌ലിസ് മാത്രമല്ല, ഈ കുട്ടികളെ നല്ല അടുക്കും ചിട്ടയിലും വളർത്തിയെടുത്ത് ദീനും ദുനിയാവൊക്കെ പഠിപ്പിച്ച്
നല്ല അതവുള്ളവരാക്കി വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച് ഉസ്താദുമാർ നേതൃത്വം നൽകി ഹസനിയയുടെ കീഴിലുള്ള നല്ല ഒരു സ്ഥാപനം, ഒരുപാട് ഓഫ് ക്യാമ്പസുകൾ ഹസനിയയുടെ കീഴിലുണ്ട്. വന്യരായ ഉസ്താദുമാർ, കൻസുൽ ഫുഖഹ കൊമ്പ ഉസ്താദ്, മാരായമംഗലം ഉസ്താദ്, അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരെ നേതൃത്വത്തിൽ ശിക്ഷണത്തിൽ നല്ല റാഹത്തോടെ സന്തോഷത്തോടെ നല്ല ശൈലിയിലും ഭാവത്തിലും സ്ഥാപനം പടർന്ന് പന്തലിച്ച് ഓരോ വർഷവും പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ഉണ്ടായി കുട്ടികൾക്ക് സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് പഠനങ്ങളൊക്കെ സജീവമാക്കുന്നു. നമ്മൾ ഇതുവരെ സഹകരിച്ചതുപോലെ അതിനേക്കാൾ ഉപരിയായി നന്നായി സഹായിച്ച് ഈ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരട്ടെ. ദുആ ചെയ്യാൻ നമ്മൾ കടപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ പരിശുദ്ധമായ രാത്രിയുടെ റഹ്മത്തും ബറക്കത്തും അള്ളാഹു തആല എത്തിക്കുമാറാകട്ടെ.